ഓക്കെ, ആരും പേടിക്കണ്ട. ഇവിടെ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്യൂറി ടീം നമ്മുടെ കോട്ടയം ടീമാണ്. കോട്ടയം ടീമായിട്ടോടെ ഫൈറ്റ് നടക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. കാരണം കഴിഞ്ഞ ലൈവ് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം പിന്നെയും കട്ടായിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നെറ്റ്വർക്ക് നല്ല ഇത് പണി തരുന്നുണ്ട്. അവിടെ മലപ്പുറം ടീം സോണോട്ട് പോകുന്നുണ്ട്. എറണാകുളം ടീമോട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. എറണാകുളം അവിടെ കൊല്ലം ടീം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ടീം അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എറണാകുളം ടീം അവിടെ കയറി അടിച്ച് കൊല്ലം ടീമിനെ പിടിച്ച് ഇവിടെ 10 ടീംസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 ടീംസിൽ നമ്മുടെ കൊല്ലം ടീമിൻ്റെ 2 പ്ലേസ് ബാക്കിയുണ്ട്. കൊല്ലത്തിൻ്റെ 2 പ്ലേസ് ബാക്കിയുണ്ട്. കൊല്ലത്തിൻ്റെ 2 പ്ലേസ് ബാക്കിയുണ്ട്. റൂബനും നമ്മുടെ രായപ്പനും ബാക്കിയുണ്ട്. വീട്ടോൾ വീരെന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ സ്ട്രീമാണെന്നാണെങ്കിലേക്ക് അതിലേക്ക് സബ് ചെയ്യുക. ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലൈവ് കട്ടായിപ്പോൾ എന്നോട് ക്ഷമിക്കുക. ലൈവ് ഇപ്പം തന്നെ ആപ്പായിട്ടുണ്ട്, സീനൊന്നുമില്ല. അപ്പോൾ സ്ട്രീമാണെന്ന് ലൈക്ക് സബ് ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ 10 ടീംസിലോട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോൺ നോക്കണമെങ്കിൽ ഇവിടെ സോൺ ഔട്ടിലാണ് നമ്മുടെ കോട്ടയം ടീം, കൊല്ലം ടീം, ആലപ്പുഴ ടീം. ഇവിടെ പല ടീംസ് സോൺ ഔട്ടിലാണ്. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള കാരണം നൈസായിട്ട് പോയിട്ട് ആലപ്പുഴ റൈവൽ ചത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ആലപ്പുഴേൻ്റെ റൈവൽ ഇതുവരെ ചത്തിട്ടില്ല ഗൈസ്. അപ്പോൾ സ്ട്രീമാണ് ലൈക്ക് സബ് ചെയ്യുക. ഇവിടെ ലൈവ് അപ്പം തന്നെ അപ്പായിട്ടുണ്ട്. ലൈവ് പോയ ഉടനെ സ്പോട്ടിൽ ലൈവ് വരും, സീനൊന്നുമില്ല. ലൈവ് പോയ ഉടനെ സ്പോട്ടിൽ ലൈവ് വരും. ഇല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുത്താണെങ്കിൽ അപ്ലോഡ് ചെയ്യും. ഒരു സീനുമില്ല. അവിടെ മലപ്പുറത്തിൻ്റെ MR പോയി അവിടെ ഡെഡ് കാസർഗോഡ് അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം കാസർഗോഡ് മലപ്പുറം ഫൈറ്റ് എടുക്കണം. ഇവിടെ മലപ്പുറത്തിൻ്റെ കാസർഗോഡിൻ്റെ 2 പ്ലേസ് നോട്ടുണ്ട്. കാസർഗോഡിൻ്റെ ബാഡ് ബോയ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ കയറി അടിക്കുമ്പോൾ ബാഡ് ബോയിനെ ഫിനിഷ് ചെയ്തു. ബാഡ് ബോയ് ഫിനിഷായി. ഇവിടെ മലപ്പുറം ടീം കയറി അടിച്ചു. എൻ്റെ മോനെ കയറി അടിക്കുന്ന പവർ കാട്ടിയാണ് നമ്മുടെ മലപ്പുറം ടീം കഴിഞ്ഞുള്ളൂ. പക്ഷേ മലപ്പുറം ടീമിൻ്റെ സൈഡിൽ നിന്ന് പണി വരുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ആലപ്പുഴ ടീം നിൽപ്പുണ്ട്. ആലപ്പുഴ ടീം കയറി വന്ന് അടിക്കാനുള്ള സിറ്റുവേഷൻ. ആലപ്പുഴ ഇവിടെ കയറി വന്ന് അടിക്കുന്നുണ്ട്. മലപ്പുറത്തിന് MR ബോയ് വേണ്ടിയിട്ടുണ്ട്. മലപ്പുറം MR ബോയ് വേണ്ടില്ല, MR ബോയ് ബാക്കിയുണ്ട്. MR ബോയ് കയറി അടിക്കുന്ന സിറ്റുവേഷൻ. അവിടെ ടൊർണാഡോ വേണ്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 2 പ്ലേയേഴ്സ് ഡീമൺ ആൻഡ് മല്ലു ഒപ്പി. ഇവിടെ ആലപ്പുഴേൻ്റെ പല പ്ലേയേഴ്സ് നോക്ക് ഔട്ടാണ്. ആലപ്പുഴേൻ്റെ വട്ടോളി മാത്രം ബാക്കി. വട്ടോളി കയറി വട്ടോളി 1.5 മൂവ്മെന്റ്, വട്ടോളിൻ്റെ 1.5 മൂവ്മെന്റ് കയറി അടിച്ചു. എൻ്റെ മോനെ ഫിനിഷ് ചെയ്തു. നമ്മുടെ ആലപ്പുഴ ടീം ഫിനിഷ് ചെയ്തു. നമ്മുടെ മലപ്പുറം ടീമിന് എൻ്റെ മോനെ വിഷയം ഏതൊക്കെ ജില്ല തീർന്നു ചോദിക്കുന്നു. ഏതൊക്കെ ജില്ല തീർന്നു നോക്കി നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പാലക്കാട് ടീമിനുണ്ട്. പാലക്കാട് തീർന്നുണ്ട്, മലപ്പുറം തീർന്നുണ്ട്, കാലിക്കട്ട് തീർന്നുണ്ട്, കണ്ണൂർ തീർന്നുണ്ട്, കാസർഗോഡ് തീർന്നുണ്ട്, തൃശ്ശൂർ തീർന്നുണ്ട്, പത്തനംതിട്ട തീർന്നിട്ടുണ്ട്. ഇവിടെ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ട്രിവാൻഡ്രമാണ്, കൊല്ലമാണ്, ആലപ്പുഴയാണ്, കോട്ടയമാണ്, ഇടുക്കിയാണ്, എറണാകുളമാണ്, വയനാടാണ്. തൊട്ടുമുള്ള TVM ടീം നിൽപ്പുണ്ട്. TVM ടീം കയറി അടിക്കുമ്പോൾ TVM നമ്മുടെ ആലപ്പുഴ ടീമിനെ കയറി അടിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. അവിടെ സ്പോട്ട് കളിക്കുന്നത്. അവിടെ ആലപ്പുഴൻ്റെ വട്ടോളിയിൽ നോക്കിയിട്ടുണ്ട്. അതിന് ആലപ്പുഴൻ്റെ ഫാൽക്കൺ സ്പോട്ട്, ആലപ്പുഴൻ്റെ ഫാൽക്കൺ അടിച്ചിട്ടുണ്ട്. അവിടെ കയറി സെൻസിറ്റിയിൽ ഒരു നേരത്ത് കറക്റ്റ് ടൈമിംഗ് എന്ന് പറയാം. അവിടെ ആലപ്പുഴ ടീമിന് ഫൈറ്റ് എടുത്ത് റിവൈവ് എന്ന ടൈമിൽ തന്നെ കയറി അടിച്ചു. അവിടെ ആലപ്പുഴ ടീമിന് അവിടെ ഫിനിഷ് ചെയ്തിരിക്കണം. നമ്മുടെ ട്രിവാൻഡ്രം ടീം 2 കിൽസ് എടുത്തു. എൻ്റെ മോനെ വിഷയം അവിടെ ബഗ്ഗേഴ്സ് ഇട്ടുണ്ട്. അവിടെ ട്രിവാൻഡ്രം ടീം ഒരു സേഫ് സിറ്റുവേഷനാണ് കളിക്കുന്നത്. ഇടുക്കിൻ്റെ പിക്കാല ബാക്കിലുണ്ട്. പിക്കാല ഒരു നീണ്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് ഇങ്ങോട്ട് തൊട്ട് താഴെ നമ്മുടെ എറണാകുളം ടീം നിൽപ്പുണ്ട്. അതുപോലെ വയനാട് ടീം നിൽപ്പുണ്ട്. വയനാടൊക്കെ ഹീലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മലയുടെ മണ്ണിലുള്ള ടീമിനാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ഇവിടെ ട്രിവാൻഡ്രം ടീം, കൊല്ലം ടീം, നമ്മുടെ ഇടുക്കി ടീം 3 പേര് മലയുടെ ടോപ്പിലല്ല എഡ്ജിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൊല്ലത്തുന്ന പ്ലെയർ മാത്രമാണ് നമ്മുടെ മലയുടെ ടോപ്പിലുള്ളത്. അവിടെ ട്രിവാൻഡ്രം ബാറ്ററി ഇവിടെ എല്ലാ എറണാകുളത്തിൻ്റെ പ്ലെയർ നോക്കിയിട്ടുണ്ട്. എൻ്റെ മോൻ ഇവിടെ എറണാകുളത്തിൻ്റെ പ്ലേയേഴ്സിനെ അടിച്ചിടുകയാണ്. നമ്മുടെ ബാറ്ററീസ് അവിടെ നമ്മുടെ ബാറ്ററി സാറും പങ്ക് സാറും എല്ലാം കൂടെ സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ സെൻസിറ്റിയിൽ സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മൾ എറണാകുളം ടീം നിൽപ്പുണ്ട്. ഇവിടെ സോണ് കിട്ടുന്നവൻ രാജാവ്, സോണ് പിടിക്കുന്നവൻ രാജാവ് എന്നുള്ള സിറ്റുവേഷനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹീലപ്പ് ആവുന്നുണ്ട്. ഇവിടെ ഒരു നമ്മുടെ ഇത് നടക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. എന്താണ് ഹീൽ ബാറ്റ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. താഴെ ഒരു നെയ്ഡ് പൊട്ടുന്നുണ്ട്. മുകളിലായിട്ട് നമ്മുടെ TVM ടീമിൽ നിന്ന് സ്നൈപ്പ് ചെയ്യുകയാണ്. അവിടെ വരുന്നവരൊക്കെ അടിക്കുകയാണ്. അവിടെ എൻ്റെ മോനെ സെറ്റായിട്ടാണ്. താഴെ അവിടെ ഈ എറണാകുളം അവിടെ വയനാട് എടുക്കുന്നുണ്ട്. വയനാട് ബസ് എറണാകുളം പോയിട്ടുണ്ട്. എറണാകുളം അവിടെ കിൽ പോയിന്റ്സോടെ സെക്യൂർ ഉള്ള സിറ്റുവേഷനാണ്. അവിടെ ഈ വയനാടാണ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആ വയനാടിൻ്റെ റോങ് ടേൺ മാത്രം ബാക്കിയുണ്ട്. റോങ് ടേൺ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ഈ വയനാടിൻ്റെ ഒരു പ്ലെയറിനെ പിടിച്ചിട്ടുണ്ട്. അവിടെ ചാടി വേണ്ടിക്കാണ്. പക്ഷേ ഫിനിഷ് ചെയ്ത് സ്പോട്ട് ചെയ്തു. എറണാകുളത്തിൻ്റെ ഹൾക്കേർ അടിച്ചു ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വയനാടിൻ്റെ എറണാകുളം തിരി അവിടെ നോക്ക് ഔട്ടാണ്. അവിടെ എറണാകുളം തിരിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇടുക്കിൻ്റെ പിക്കാൽ അടിച്ചിട്ടുണ്ട്. ഇടുക്കിൻ്റെ പിക്കാൽ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇടുക്കിൻ്റെ പിക്കാലോട് കൊല്ലം ടീമിന് ഫ്യൂറിനെ കയറി അടിക്കുന്ന സിറ്റുവേഷനാണ്. ഫ്യൂറിനെ കയറിക്കുമ്പോൾ അവിടെ റൂബൻ ഫ്യൂറി അടിച്ചിട്ടു. നമ്മുടെ സ്വന്തം ഇടുക്കിൻ്റെ പിക്കാലിനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവിടെ എറണാകുളത്തിൻ്റെ കേൾട്ടാണ് ഉയർന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ TVM ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം. അപ്പോൾ സ്ട്രീമിന് ലൈക്ക് സബ് കഴിഞ്ഞ സ്ട്രീം കട്ടായി പോയതിന് കേതും പ്രകടിപ്പിക്കുന്നു. വേറെ ഒന്നുമില്ല. എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. വേറെ ഒരു സംഭവമല്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്ന് കട്ടായി പോകുന്നതാണ്. എന്നോട് ക്ഷമിക്കൂ ബ്രോസ്.
ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷനോട് ചിക്കൻ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീം വേറെ മറ്റാരുമല്ല ട്രിവാൻഡ്രം ടീമാണ്. കാരണം അവർക്ക് ഹൈ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് സോൺ ഉണ്ട്. അവിടെ ടീം നമ്പർ 7 അവിടെ ആരെങ്കിലും കയറി അടിക്കുമ്പോൾ അവിടെ താഴോട്ട് നീടൊക്കെ പോയിട്ടുണ്ട്. അവിടെ സൈഡിലായിട്ട് കോട്ടയം ടീം ഒന്നുണ്ട്. കോട്ടയം ടീം അവിടെ എരിച്ച് പിടിച്ചിട്ടുണ്ട്. അവിടെ ഹീൽ ബാറ്റിൽ തുടങ്ങിയ പറ്റുള്ളൂ. അവിടെ കോട്ടയത്തിൻ്റെ സിയൂസും വേണ്ടിയിട്ടുണ്ട്. അവിടെ നമ്മുടെ കോട്ടയത്തിൻ്റെ പ്രൊഫസർ താഴോട്ട് ചാടിയിട്ടുണ്ട്. അവിടെ ഒരു ആയപ്പൻ ഫ്യൂരിയുടെ അടുത്ത് നോക്കുന്നുണ്ട്. എറണാകുളത്തിന് ഹൾക്കിനെ നോക്കിയിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ റോബിൻ മാത്രമാണ് ബാക്കി. റോബിൻ ഇവിടെ നമ്മുടെ M4 ഒരു 6 നിൽപ്പെടും. പക്ഷേ എറണാകുളം റോബിൻ നല്ല ലാഗുന്നുണ്ട്. എറണാകുളം റോബിനോട് ബാക്ക് നിൽക്കുന്നുണ്ട്. അവിടെ അടുത്ത് നോക്കുന്നത് രണ്ടാമത്തെ നോക്കുന്നത് അവിടെ പ്രൊഫസർ അടിച്ചിട്ട് 2 കില്ലാണ് നമ്മുടെ എറണാകുളത്തിന് റോബിൻ സെക്യൂരിറ്റി ഉള്ളത്. 2 കില്ല്. സോ എന്തായാലും ചിക്കൻ കൊണ്ടുവന്ന് ഏറെക്കുറെ നമ്മുടെ ട്രിവാൻഡ്രം ടീം ഉറപ്പിച്ചാണ്. അപ്പോൾ കിൽസ് സെക്യൂർ ചെയ്യാം, മാക്സിമം പോയിന്റ്സ് കിൽ പോയിന്റ്സ് കൂട്ടുക എന്നുള്ള നിലവിലാണ് നമ്മുടെ എറണാകുളം ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കയറിക്കാൻ പറ്റുമ്പോൾ നമുക്ക് കയറിക്കാൻ പറ്റും. എറണാകുളത്തിന് റോബിൻ ഒറ്റയ്ക്കും ചെയ്യുമ്പോൾ എറണാകുളം റോബിനോട് കയറിയിരിക്കുന്നത്. എറണാകുളം റോബിൻ അടുത്ത് നോക്കുന്നത്. പക്ഷേ അടിച്ചു റൂബൻ ഫ്യോറി നമ്മുടെ കൊല്ലത്തിൻ്റെ റൂബൻ കയറി അടിച്ചു. എൻ്റെ മോനെ വിഷയം സോണ് കാണിക്കുമ്പോൾ സോണിൻ്റെ അഡ്വാൻറ്റേജ് ട്രിവാൻഡ്രം ടീമിനാണ്. സോണ് കാരണം മിക്കവാറും ട്രിവാൻഡ്രം ടീം ചിക്കൻ കൊണ്ടുപോകും, ഉറപ്പാണ്. ചിക്കൻ ട്രിവാൻഡ്രം ഉറപ്പിച്ചു. അയൽക്കാർ തമ്മിലുള്ള ഒരു മത്സരം നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ടീമും കൊല്ലം ടീമും തമ്മിൽ ഒരു ഹീൽ ബാറ്റിൽ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ മോനെ നമുക്ക് അവിടെ മാക്സിമം നമ്മുടെ റൂബൻ ഫ്യൂരി ഇവിടെ ഹീലപ്പ് ആവാൻ നമുക്ക് നോക്കാം. അവിടെ ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നില്ല, ഒരു ബാൻഡേജ് ചുറ്റി ഹീലപ്പ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അവിടെ അടുത്ത ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ നമുക്ക് നോക്കാം. അടുത്ത ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നുണ്ട്. പക്ഷേ ഫിനിഷ് ആയി അവിടെ ട്രിവാൻഡ്രം ടീം ചിക്കൻ കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ വിഷയം ഉഫ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ശരിയെന്നാ. അപ്പോൾ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ടീം ഈ മാച്ചിൽ ചിക്കൻ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കാരണം എത്ര കിൽസൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കുക. ഞാൻ എന്തെങ്കിലും ബഗ് കഴിഞ്ഞൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, അതേ വകുപ്പുള്ളൂ. എത്ര പേർക്ക് എത്ര കിൽസൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇത് ഇതല്ലേ പറ്റുള്ളൂ അല്ലേ. ടീം സുമ്മാ വല്ല പിന്നെ ട്രിവാൻഡ്രം പൊളിച്ചടിക്കി. ട്രിവാൻഡ്രം പൊളിയല്ലേ മുത്തുകളെ. 20 പേര് സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ 12 ലൈക്കുള്ള എൻ്റെ മോനെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ മൂന്നാമത്തെ ലൈവാണ്. നിങ്ങൾ ആലോചിക്കുക. 1 അല്ല 2 അല്ല 3ാമത്തെ ലൈവാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. 1ാമത്തെ ലൈവ് കട്ടായിപ്പോയി, 2ാമത്തെ ലൈവ് കട്ടായിപ്പോയി, 3ാമത്തെ ലൈവാണ്. പക്ഷെ ഇതൊക്കെ കട്ടായി കഴിഞ്ഞാൽ 1-2 മിനിറ്റിൽ തന്നെ എപ്പോഴാ റൂം കളിച്ചതിന് അടുത്ത സെക്കൻഡിൽ തന്നെ അടുത്ത ലൈവ് വരുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട. ടീം എന്ന സുമ്മ വല്ല പിന്നെ ഡെയിലി ലൈവ് ഉണ്ടോ ഇന്ന് ലൈവില്ല ബ്രോ. എൻ്റെ ഡിവൈസ് റിയൽമി 3 Pro ആണ് ബ്രോ. എൻ്റെ ഡിവൈസ് റിയൽമി 3 Pro ആണ്. ബ്രോ ഹൈദരാബാദ് ഷാരിജ് ബിജോ ഹൈ ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടുന്നുണ്ട്. ഞാൻ റൂമിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്, കളിക്കാൻ കയറിയതല്ല. അടുത്ത ലൈവ് ഇത് തന്നെ ബ്രോ. 4 മാച്ച് ഉണ്ട്. 4 മാച്ച് ഉണ്ട് ഇന്ന്. അപ്പോൾ 4 സബും കൂടെ ആണെങ്കിൽ നമുക്ക് 390 സബ്ബാക്കാം. 4 സബും കൂടെ മതി. മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ബ്രോ. എന്താ പബ്ജി മൊബൈൽ കളിക്കുന്നത്? ഞാൻ പബ്ജി മൊബൈലും കളിക്കാറുണ്ട് ബ്രോ. ഞാൻ ഇപ്പോൾ ക്ലാസിക്സ് പബ്ജി മൊബൈൽ കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഹെഡ്ഫോണ് ഈ തൊട്ട് മുകളിൽ ഒരു കമൻറ്റ് ഇട്ട ഒരു തെണ്ടിയെ കണ്ടോ, അമൽ സാം. ആ തെണ്ടിയുടെ വീട്ടിലാണ്. അവനാണ് ഓർഡർ ചെയ്ത് തന്ന ഹെഡ്ഫോൺ. പക്ഷേ അവന് ഇപ്പോൾ ലോക്ക്ഡൗൺ എൻ്റെ വണ്ടിയൊന്നുമില്ല തരാനായിട്ട്. അതുകൊണ്ട് അവൻ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പബ്ജി മൊബൈലും ലൈറ്റും എല്ലാം സ്ട്രീം ചെയ്യുന്നുണ്ട്. പബ്ജി മൊബൈലിൻ്റെ റൂമേഴ്സ് ആണെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്ന് ചെയ്യുന്നതാണെങ്കിൽ മറ്റന്നാളാണ് ബ്രോ. മറ്റന്നാൾ തൊട്ട് നമ്മുടെ ഡെയിലി സ്ക്രീംസിൻ്റെ ലൈവ് കാണും. സീനൊന്നുമില്ല.
ലൈവ് ഒന്ന് കട്ടാവാ, ഈ ലൈവെങ്കിലും ഒന്ന് കട്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. ബ്രോ ചാർജ് ഇല്ലല്ലോ, ചാർജ് 19 എന്തായാലും കുത്തിക്കാം, സീനില്ല. അപ്പം അടുത്ത മാച്ച് ഒരു ചാർജിന് ഇട്ടേക്കാം. ചാർജ് ഓക്കെ ഓണാക്കി. അടുത്ത മാച്ച് തുടങ്ങണ ഒരു ചാർജിന് ഇട്ടേക്കാം. ഓക്കെ, അടുത്ത ID പാസ്വേഡ് വന്നിട്ടുണ്ട്. ഞാൻ റൂമിൽ കയറുണ്ട്. ഐ ആം ബാക്ക് വിത്ത് ദ ബാങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് തിരിച്ചു വന്നിട്ട് ഇത്ര ഷോ എന്ന് ചോദിക്കരുത്. ഞാൻ പാവമാണ് കേസ്. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ കണ്ണൂർ ടീമിൻ്റെ ബീസ്റ്റും സേവിയർ എത്തിയിട്ടുണ്ട്. വയനാട് ടീമിൻ്റെ റോങ് ടണും അച്ചായനും എത്തിയിട്ടുണ്ട്. ഇടുക്കി ടീമിൻ്റെ ആൻസോപ്പിയും സ്മോക്കർ എത്തിയിട്ടുണ്ട്. ആക്ച്വലീസ് കോട്ടയത്തിന് ആക്ച്വലീസിലുണ്ട്. പത്തനംതിട്ട മജസ്റ്റി എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സൈക്കോ സാർ ഇവിടെ നിൽക്കണത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ബ്രോ ഞങ്ങളുടെ മാച്ച് ലൈവ് വേണമായിരുന്നു, സോറി ബ്രോ, ഇത് ഇന്ന് ഏറ്റുപോയി. ഓ നമുക്ക് സെറ്റാക്കാം, മറ്റന്നാളോട്ട് നമ്മൾ അതെല്ലാം ചെയ്യണമുണ്ട്, സീനില്ല. സ്ട്രീമാണെന്ന് ലൈക്ക് സബ് ചെയ്യുക. സ്ട്രീമിൻ്റെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക. ലൈവ് കട്ടായിപ്പോയി, കഴിഞ്ഞ ലൈവിലൊക്കെ കട്ടായിപ്പോയി. അപ്പോൾ ഒന്ന് മിസ്സായതുകൊണ്ട് ക്ഷമിക്കുന്നു. ലാസ്റ്റ് റൗണ്ട് ഫൈറ്റ് എല്ലാം മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫൈറ്റും നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്ക് ഒരു ഫൈറ്റ് എങ്ങാനും മിസ്സായിപ്പോയി കാണും, വേറെ ഒരു ഫൈറ്റും മിസ്സായി പോകാൻ ചാൻസ് ഇല്ല. എനിക്കൊന്ന് സ്ട്രീം കട്ടായ സമയത്തുള്ള ഫൈറ്റിൽ നിന്ന് ഒരു ഫൈറ്റ് മിസ്സായി കാണാം. ബ്രോ ഹോം ഇവിടെ എൻ്റെ വീട് കേരളത്തിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ജില്ലയെ സപ്പോർട്ട് ചെയ്യുന്ന പറയും. എൻ്റെ ശരി എന്തായാലും ഞാൻ പറയാം, എൻ്റെ ഡിന്നറായിരുന്നു. പൊളി അസോൾട്ടർ പൊളി ബ്രോ, ഡിന്നർ അടിച്ചത് കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം അല്ല, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ഞാൻ ജനിച്ചതും വളർന്നതും വലിയ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ സ്ട്രീമാണെന്ന് സ്ട്രീമിൻ്റെ ലിങ്ക് എല്ലാം മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4 സബും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം ഒന്ന് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, 4 സബും കൂടെ ഉണ്ടെങ്കിൽ 400 സബും 1400 സബ്ബാവും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഇനി 3 സബും കൂടെ മതി കേസ്, 3 സബും കൂടെ മതി 1400 സബ്ബാക്കാൻ. 3 സബും കൂടെ നിങ്ങൾ മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ല എന്ത് പറയാനാണ്, സ്ട്രീമിൻ്റെ ലിങ്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ പവർ കാട്ടു കേസ്, പവർ കാട്ടു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിചാരിക്കാം. കഴിഞ്ഞ കളി ആരാ ജയിച്ചത്? കഴിഞ്ഞ കളി ട്രിവാൻഡ്രമാണ് ജയിച്ചത് ബ്രോ. ട്രിവാൻഡ്രം സോൺ അഡ്വാൻറ്റേജിൽ ട്രിവാൻഡ്രം അടിപൊളി എന്ന് പറയുന്നുണ്ട്. ട്രിവാൻഡ്രം കഴിഞ്ഞ മാച്ചിൽ സോൺ കിട്ടി. അവർ നമ്മുടെ ഹൈ ഗ്രൗണ്ടായിരുന്നു, നമ്മുടെ ഗോൾഡൻ മനസ്സിൽ മറ്റേ പാറ അറിയല്ലോ, പാറ അവിടെയായിരുന്നു. വേറെ സബ്സ്ക്രൈബ് കയറുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് കയറാൻ പറ്റില്ല. കൊല്ലം ടീമും ട്രിവാൻഡ്രം ടീമാണ് ബാക്കിയുള്ളത്. ട്രിവാൻഡ്രം ടീം ആദ്യമേ ബുദ്ധിപൂർവ്വം കളിച്ചു, സെൻസ്റ്റൈലിൻ്റെ ബുദ്ധി കാണിച്ചു. സെൻസ്റ്റൈൽ ഓക്കെ ബ്രോ. ഷാരിജ് ബിജു ഹായ്, താങ്ക്സ് ബ്രോ, താങ്ക്സ് ലോട്ട് ബ്രോ. മൂന്ന് സബ് മതി എന്നാൽ 2 സബ് മതി പറയുന്നത് നമ്മുടെ ഇൻസെയിൻ നൊമാദ്. ഹായ്, താങ്ക്സ് ബ്രോ, താങ്ക്സ് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ, താങ്ക്സ് ലോട്ട് ബ്രോ. ഇനി 2 സബും കൂടെ മതി, 2 സബും കൂടെ മതി. ഡെയിലി റൂമില്ല ബ്രോ, പ്ലെയർ ആണോ ഡെയിലി റൂമിന്നില്ല. അപ്പോൾ സെൻസിയലിൻ്റെ ബുദ്ധി കാണിച്ച് നൈസായിട്ട് ഐജിഎല്ലിൻ്റെ പവർ കാട്ടി ഹൈ ഗ്രൗണ്ട് പിടിച്ചു, കയറി അടിച്ചു, ചിക്കൻ അടിച്ചു. അപ്പോൾ ഇപ്പോൾ മൊത്തം ട്രിവാൻഡ്രത്തിന് ഇതുവരെ കഴിഞ്ഞത് ഇന്നലത്തെ 4 മാച്ചസും
ഇന്നത്തെ ഇപ്പോൾ 3ാമത്തെ മാച്ചാണ്. മൊത്തം 6 മാച്ച് കഴിഞ്ഞു. 6 മാച്ചിൽ 2 ചിക്കനാണ് ഇന്നലെ കൊണ്ടുപോയത്. 2 ചിക്കനാണ് നമ്മുടെ ട്രിവാൻഡ്രം, 3 ചിക്കനായി. ഇന്നത്തെയും കൂടെ കൂട്ടി 6 മാച്ചിൽ നിന്ന് 3 ചിക്കൻ. എൻ്റെ മോനെ വിഷയം ട്രിവാൻഡ്രം ടീം പോയിന്റ്സ് ടേബിൾ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. പൊളിച്ചടുക്കിയിട്ടുണ്ട് ട്രിവാൻഡ്രം ടീം. ഇപ്പം തന്നെ 6 മാച്ചിൽ നിന്ന് 3 ചിക്കൻ, പകുതി ചിക്കനും ട്രിവാൻഡ്രം ടീം ഇതുവരെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണൂർ ടീമിൻ്റെ കാര്യങ്ങൾ, കണ്ണൂർ ടീം ഇന്ന് ഫുൾ സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ഹാവോക്കുന്നുണ്ട്, MNB ബീസ്റ്റ് ആൻഡ് സേവിയർ ഉണ്ട്. കാസർഗോഡ് നിന്ന് ക്രോണസ് ഉണ്ട്, ബാഡ് ബോയ് ഉണ്ട്, ഡെഡായി ഉണ്ട്, സുൽത്താൻ ഉണ്ട്. വയനാട് നിന്ന് അച്ചായനുണ്ട്, ക്രോങ്ടൺ ഉണ്ട്, പിന്നെ ഡിക്രൂസനുണ്ട്. കാലിക്കട്ട് നിന്ന് ഉണ്ട്, നിഞ്ചയുണ്ട്. പാലക്കാട് നിന്ന് ഹൈപ്പർ ഉണ്ട്, ഗോസ്റ്റ് ഉണ്ട്, അബി ഉണ്ട്. മലപ്പുറത്ത് നിന്ന് മല്ലു ബോയ് ഉണ്ട്, MR ബോയ് ഉണ്ട്. പിന്നെ നമ്മുടെ ബഡ്കു ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് മോളൂസ് ഉണ്ട്, OP ഉണ്ട്, ടെററുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ടോക്സ് ഉണ്ട്, ഹൾക്കുണ്ട്, തിരിയുണ്ട്, സിറിനുണ്ട്. നമ്മുടെ കോട്ടയത്ത് നിന്ന് അജ്ലീസ് ഉണ്ട്, റാപ്റ്റർ ഉണ്ട്, ജോക്കർ ഉണ്ട്, ദീപക് ഉണ്ട്. ഇടുക്കിയിൽ നമ്മുടെ പിക്കാലുണ്ട്, ആൻസോപ്പി ഉണ്ട്, സ്മോക്കർ ഉണ്ട്. ആലപ്പുഴ നിന്ന് വഡോൾ ഉണ്ട്, റൈവൽ ഉണ്ട്, വിസാഡ് ഉണ്ട്. പതിനെട്ട് സ്മോക്കി, ബാബ സുരേഷ്, മാജിസ്റ്റി ആണെന്നുള്ളത്. ട്രിവാൻഡ്രം ഫ്രോസൺ ഉണ്ട്, പങ്കുണ്ട്, സെൻസിയർ ഉണ്ട്. കൊല്ലത്ത് നിന്ന് സോമൻ ഫ്യൂർ ഉണ്ട്, റൂബൻ ഫ്യൂർ ഉണ്ട്, സെക്സി ഫ്യൂർ ഉണ്ട്, നമ്മുടെ റാപ്പൻ ഫ്യൂർ ഉണ്ട്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. കോട്ടയം എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ നീ മിണ്ടണ്ട ക്രൂസ്. ആ കമൻറ്റ് ഞാൻ ഇപ്പോഴാണ് വായിച്ചത്. ഇതിന് ഞാൻ റിപ്ലൈ തരുന്നില്ല. ശരിയെന്നാ. പക്ഷേ സ്വന്തം പേര് ഫ്യൂറി നിന്നിട്ട് ഇറങ്ങുന്ന ഒരു റേഞ്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലംകാർ ഓപ്പൺ ദ ചാറ്റ് ഗേസ്. അവിടെ കണ്ണൂർ നിന്ന് നമ്മുടെ DTC പ്ലാൻ ഉണ്ട്. അല്ല പിന്നെ ഡെയിലി റൂമില്ല ബ്രോ. ഡിപ്സി ഗെയിമിംഗ് ഡെയിലി റൂമിന്നില്ല. നമ്മുടെ ഓറയുടെ ഡിസ്ട്രിക്ട് വാർഫെയർ ആണ് ചെയ്യുന്നത്. KTM മുയിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ OP സൈക്കോ വന്നിട്ട് KL05 എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ വിഷയം. കോട്ടയത്തിൽ നിന്ന് വൻ സപ്പോർട്ടേഴ്സ് ആണല്ലോ. എൻ്റെ മോനെ എന്ത് വേടേ എന്ന് ചോദിച്ചുകൊണ്ട് എന്നാന്നല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നാന്ന് ചോദിച്ചുകൊണ്ട് ശരി എന്നാ. സ്വന്തം പേര് ഫ്യൂറിൽ നിന്നിട്ട് ഇറങ്ങുന്ന റേഞ്ച് വേണം. അത് കണ്ണൂർ ആരൊക്കെ ചോദിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നമ്മുടെ ബീച്ചുണ്ട്, ഹാവൊക്കെ ഉണ്ട്, സേവിയർ ഉണ്ട്, MNBB ഉണ്ട് ബ്രോ. കാസർഗോഡ് നിന്ന് ക്രോണസ് ഉണ്ട്, ബാഡ് ബോയ് ഉണ്ട്, ഡെഡായി ഉണ്ട്, സുൽത്താൻ ഉണ്ട്. സിംബാക്സ് കാലിക്കട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുള്ളിക്കാരനായിട്ടുണ്ട് കാണുന്നത്. ഇപ്പം ആക്കി തരാം എന്ന് പറയുന്നുണ്ട്. ശരി ബ്രോ, താങ്ക്സ് ലോട്ട് ബ്രോ. കോട്ടയം പൊളിയാണെന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ പൊളി സോങ് എന്ന് പറയുന്നത്. സെക്കൻഡ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് ലോട്ട് ബ്രോ. താങ്ക്സ് ലോട്ട്. ഇപ്പോൾ എത്ര സബ്ബായി? 390 സബ്ബായിട്ടുണ്ട്. ഇനി 9 സബ്ബും കൂടെ. TF ഫ്യൂറി എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ TF ഫ്യൂറി എന്ന് പറഞ്ഞ പ്ലെയറിലല്ലേ ബ്രോ. കോട്ടയം മൊയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. OPS ഒക്കെ ഇടുന്നുണ്ട്. എന്നാടെ കോട്ടയം പൊളിയല്ലേ. നല്ല പിന്നെ എന്നാണ് നമ്മുടെ ക്രൂസർ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് കോട്ടയംകാർ പറയുന്നുണ്ട്. എൻ്റെ മോനെ വിഷയം. ക്രൂസ് അളിയ കോട്ടയം മറക്കണ്ട. ശരി എന്നാ. ഇവന്മാർ കോട്ടയത്തിൽ ഏതോ കഥയൊക്കെ ഉണ്ടെന്ന് പറയണേ. ഈ ഞാൻ പറയല്ല, ഇത് പബ്ലിക് ചാറ്റ് ആയി ബ്രോ. താങ്ക്സ് ലോട്ട്. ഇപ്പോൾ 90 ആയിട്ടുണ്ട്, 91 ആയിട്ടുണ്ട്, 93 ആയിട്ടുണ്ട്. ഇനി 7. നിങ്ങൾ മാക്സിമം കേട്ടോ 140 എന്നുള്ള എൻ്റെ മോനെ വിഷയം. ഫ്യൂർ എന്ന് പറഞ്ഞാൽ അല്ല പിന്നല്ലേ കോട്ടയം പൊളിയാണ്. ഈ കഥ എനിക്ക് അറിയാം. ക്രൂസിൻ്റെ കഥ എനിക്കറിയാം. ഞാൻ പബ്ലിക് ചാറ്റ് കൊണ്ട് പറയുന്നില്ല. കോട്ടയം വരും എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഫ്യൂറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ വിഷയം. കോട്ടയം വരും എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോനെ കോട്ടയത്തിന് വൺ സപ്പോർട്ടേഴ്സ് ആണല്ലോ. നീട്ടിന് കത്തി. എനിക്ക് കത്തി. കോഴിക്കോട് എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ ലൈവ് കൂടെ പറയണ്ട. ശരിയെന്ന് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഇതിനെ വിളിക്കാം. ഓക്കെ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് ബീസ്റ്റ് MNBB ഹാവോക്ക് ഉണ്ട്, സേവിയർ ഉണ്ട്, ക്രോണസ്, ബാഡ് ബോയ്, ഡെഡ് ആൻഡ് സുൽത്താനുണ്ട്. കാസർഗോഡ് നിന്ന് വയനാട് നിന്ന് അച്ചായനുണ്ട്, റോങ്ടൺ ഉണ്ട്, ഡിഗ്രൂസൻ ഉണ്ട്, ഞാൻ എക്സ്റോസ് ഉണ്ട്, പിന്നെ സിംബാക്സ് ഉണ്ട്, റെഡർ ഉണ്ട്, ഉണ്ട് കാലിക്കട്ട് നിന്ന്. മലപ്പുറത്ത് നിന്ന് ടൊർണാഡോ ഉണ്ട്, മല്ലു OP ഉണ്ട്, MR ബോയ് ഉണ്ട്, നമ്മുടെ ഹൈപ്പർ ഉണ്ട്, ഗോസ്റ്റ് ഉണ്ട്, അബി ഉണ്ട് പാലക്കാടിന് വേണ്ടി കളിക്കാനുണ്ട്. എൻ്റെ മോനെ കോഴിക്കോട് വരുന്നുണ്ട്. എൻ്റെ മോനെ പത്തനംതിട്ട ഒരു സ്ട്രീമാണെന്നല്ല ലൈക്ക് സബ് ചെയ്യാം. മാക്സിമം നിങ്ങളെ പവർ കാട്ടുക. അല്ല എന്ത് പറയാനാണ്, നിങ്ങളെ പവർ കട്ട് കേസ്. എൻ്റെ മോനെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക. കഴിഞ്ഞ 2 ലൈവ് കട്ടായിപ്പോയി. നല്ല വാച്ചിങ് കൊണ്ടുള്ള ലൈവായിരുന്നു. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ടപ്പെന്ന് കട്ടായി. പക്ഷേ അപ്പം തന്നെ ബാക്ക് ഓൺ ഫയർ നമ്മൾ ലൈവ് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ മുത്തുമണികളെ നമ്മുടെ സ്വന്തം
ഓറയുടെ മാച്ച് അല്ലേ നമ്മൾ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നെ കോഴിക്കോട് വരുമെന്ന് പറയുന്നുണ്ട് എൻ്റെ മോനെ വിഷയം ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമുണ്ട് ഇൻസൈനും കിളി എന്ന് പറയുന്നുണ്ട് അല്ല പിന്നെ എൻ്റെ മോനെ എപ്സോൺ സാർ എന്ത് ചായട്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്സോൺ സാർ എന്ത് ചായട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇൻസൈൻ നൊമാഡോ എന്നുണ്ട് എൻ്റെ മോനെ വിഷയം സബ് ചെയ്യുക മാക്സിമം സബ് ചെയ്യാൻ നമുക്ക് ഇനി 3 സബും ഇനി 7 സബും കൂട്ടുണ്ടെങ്കിൽ 400 ആവും. ശരിക്കും ഞാൻ 390 ഞാൻ ഒരു 2 സബും കൂടെ ഓതി എന്ന് പറഞ്ഞത് എനിക്ക് വായിച്ചപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ മാക്സിമം സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക. സൈക്കോ കോട്ടയം റമൽദാസ് എന്ന് പറഞ്ഞിട്ട് അല്ല പിന്നെ മാക്സിമം സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക. ട്രിവാൻഡ്രം ഫുള്ളായിട്ടുണ്ട്, കൊല്ലം ടീം ഫുള്ളായിട്ടുണ്ട്, പത്തനംതിട്ട ടീം ഫുള്ളായിട്ടുണ്ട്, ആലപ്പുഴ ടീം ഫുള്ളായിട്ടുണ്ട്, നമ്മുടെ കോട്ടയം ടീം ഫുള്ളായിട്ടുണ്ട്, നമ്മുടെ ഇടുക്കി ടീം ഫുള്ളായിട്ടുണ്ട്, നമ്മുടെ എറണാകുളം ടീം ഫുള്ളായിട്ടുണ്ട്, തൃശ്ശൂർ ടീം ഫുള്ളായിട്ടുണ്ട്, പാലക്കാട് ടീം ഫുള്ളായിട്ടുണ്ട്, മലപ്പുറത്തിന് വേണ്ടി ഗസ്റ്റ് കളിക്കാൻ വാട്ടി ഫ്രാക്കോ വന്നിട്ടുണ്ട്. വാട്ടി ഫ്രാക്കോ സീരിയസ്ലി മലപ്പുറം ടാഗില്ലാത്ത കളിക്കാരൻ വാട്ടി ഫ്രാക്കോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാലിക്കട്ടിൽ നിന്ന് മലപ്പുറം ടീം ഫുള്ളായിട്ടുണ്ട്, കാലിക്കട്ടിൽ നിന്ന് ഫുൾ സ്ക്വാഡ് എത്തിയിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന് മുൻനിർത്തുന്നുണ്ട്, കണ്ണൂരിൽ നിന്ന് ഫുൾ സ്ക്വാഡ് എത്തുന്നുണ്ട്, കയറ്റിമൂര് കോട്ടയമൂര് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈക്കോ സാർ തകർക്കുകയാണ്. മാച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ സ്പാം ചെയ്യില്ല, കാരണം ഒരുപാട് ചാൻസ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ട്രീമാണ് ലേക്ക് സബ് ചെയ്യാം മാക്സിമം. കിക്ക് റാക്കോ എന്നുണ്ട്. റാക്കോ മലപ്പുറംകാരനാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഫ്യൂറി വരുന്ന മാച്ച് ആടിയുണ്ട് എൻ്റെ മോനെ വിഷയം. ഇപ്പോഴേ സ്പാം ചെയ്യാൻ പറ്റത്തുള്ളൂ, മാക്സിമം സ്പാം ചെയ്യുക. കേരള വീടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് സ്പാം ആകുന്നുണ്ട്. പെട്ടെന്ന് ഷെയർ ആക്കും മാക്സിമം. ലിങ്കല്ല ഷെയർ ചെയ്യാം, കാരണം വാച്ചിങ് വളരെ കുറവാണ്. 32 ലൈക്കുണ്ട് എൻ്റെ മോനെ. മാക്സിമം ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇപ്പോൾ മാച്ച് നടക്കുന്നുണ്ട്. മാച്ച് ഇന്ന് നമ്മുടെ വരേങ്ക മാപ്പാണ്. വരേങ്ക മാപ്പിൽ 51 പേരുള്ള ഒരു റൂമാണ് ഇന്നത്. എൻ്റെ മോനെ വിഷയം ഫൈറ്റ് ആയിരിക്കുമെന്ന് കൊല്ലം പ്രതീക്ഷിക്കാം. അവിടെ ട്രിവാൻഡ്രം ടീം ഇവിടെ നിലവിലുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല ടീംസിനും വയനാട് ടീമിന് 2 പ്ലേയേഴ്സേ ഉള്ളൂ. അതൊരു സീനാണ്. വയനാട് ടീമിന് 2 പ്ലേയേഴ്സേ ഉള്ളൂ. 18 വാച്ചിങ് സ്ട്രീം മലപ്പുറം ഒരു ടീം വരും എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യില്ല. മാച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്പാം ചെയ്യില്ല. എനിക്ക് അത്ര പറയുള്ളൂ. നമ്മുടെ TVM ഫുൾ ടീമുണ്ട്, കൊല്ലത്ത് നിന്ന് ഫുൾ ടീമുണ്ട്, പത്തനംതിട്ട ഫുൾ ടീമുണ്ട്, ആലപ്പുഴയിൽ നിന്ന് ഫുൾ ടീമുണ്ട്, കോട്ടയം നിന്ന് ഫുൾ ടീമുണ്ട്, ഇടുക്കിയിൽ നിന്ന് 3 പേരുണ്ട് ഇതിലുണ്ട്, എറണാകുളത്ത് ഫുൾ ടീമുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ഫുൾ ടീമുണ്ട്, നമ്മുടെ പാലക്കാട് ഫുൾ ടീമുണ്ട്, മലപ്പുറത്ത് നിന്ന് 3 പേര്, കാലിക്കട്ട് നിന്ന് ഫുൾ സ്ക്വാഡ്, വയനാട് നിന്ന് 2 പേര്, കണ്ണൂർ നിന്ന് ഫുൾ സ്ക്വാഡ്, പിന്നെ നമ്മുടെ കാസർഗോഡ് നിന്ന് ഫുൾ സ്ക്വാഡ് ഇതിലുണ്ട്. എൻ്റെ പൊന്നെ വിഷയമാണ്. മലപ്പുറം വരെ കോഴിക്കോട് വരുന്നുണ്ട്. സേവർ സ്ട്രീമാണെന്നിലേക്ക് സബ് ചെയ്യുക. മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. ഏറ്റവും ഒരു എൻ്റെ മോനെ നിങ്ങൾ ഇങ്ങനെ മലപ്പുറം ഒരു കോട്ടയം ഇനി സ്പാം വേണ്ട കേസ്. ഇന്ന് മാക്സിമം സ്പാമിങ് ഒഴിവാക്കുക. മാക്സിമം KTM 200 എന്ന് പറഞ്ഞിട്ട് അമൽദ സേവ് ചെയ്തിട്ടുണ്ട്. ശരിയെന്നാ. ഓക്കെ, ഫ്ലൈറ്റ് പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ പൈലറ്റ് പ്ലാസ് തൊട്ട് നമ്മുടെ റേഞ്ച് വരെയാണ്. ഇന്നത്തെ ഫ്ലൈറ്റും വലിയ മാറ്റമൊന്നും വരാൻ പാടില്ല. നമ്മുടെ OMK സൈക്കോ എന്നെ കൊണ്ടുപോകും. ഇല്ല, OMK സൈക്കോ കളിക്കാനില്ല. TVM ഫ്രോസൺ കൊണ്ടുവരിക്കുന്നത് ഫ്ലൈറ്റ് ഒരു മാറ്റമില്ല കേസ്. എൻ്റെ മോനെ വിഷയം കണ്ണൂരിന് വേണ്ടി കളിക്കുന്ന വേറെ പ്ലെയറാണ്. എൻ്റെ മോനെ വിഷയം അവിടെ പല പ്ലേയേഴ്സിനെ ചാടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. മാക്സിമം സ്ട്രീമിൽ കേരളം ഉയർന്നു പറയുന്നുണ്ട്. അല്ല പിന്നെ അവിടെ നമ്മുടെ 3 ടീമാണ് റോങ്. നമ്മുടെ വയനാട് ടീം ചാടിയിട്ടുണ്ട്. എൻ്റെ മോനെ സ്റ്റേഡിയം ഈസ് ഓൺ ഫയർ എന്ന് തന്നെ പറയാം. സ്റ്റേഡിയം ഈസ് ഓൺ ഫയർ. പക്ഷേ 3 ടീമല്ല, 2 ടീമിലോട്ട് നമ്മുടെ ട്രിവാൻഡ്രം ടീം, കണ്ണൂർ ടീം, നമ്മുടെ കൊല്ലം ടീം, 3 ടീംസ് TV സോമൻ ഫ്യൂറി ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് സോമൻ ഫ്യൂറി ഇവിടെ എന്താണ് കേസ്? ഇവിടെ രായപ്പൻ ഫ്യൂറി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഡീസിങ് ആയിരിക്കും. അവിടെ എറണാകുളം, ഇവിടെ ആലപ്പുഴ എടുത്തിട്ടുണ്ട്. എറണാകുളം ആലപ്പുഴ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. എൻ്റെ മുന്നേ ആദ്യം തന്നെ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. എറണാകുളം ആലപ്പുഴൻ്റെ വട്ടോളി. അവിടെ തൃശ്ശൂർ വേഴ്സസ് എറണാകുളം ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. ആലപ്പുഴ വട്ടോളി അവിടെ എറണാകുളം ടോക്സിൻ അടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കില്ല, എനിക്ക് പെങ്ങിന് ഓർമ്മയിലുണ്ട്. അവിടെ എറണാകുളം വട്ടോളി അവിടെ വേണ്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ടെറർ കയറി അടിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ടീമുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മാതിരിയിലാണ് ഇവിടെ ആട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ eSports ഓൺ ഫയർ എന്ന് ഞാൻ പറയും. ഇവിടെ എത്ര ടീം കിടക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ എറണാകുളത്തിൻ്റെ ബാക്കി പ്ലേസ് വരുന്നുണ്ട്. എറണാകുളത്തിൻ്റെ ട്രിവാൻഡ്രം സെൻസിയിൽ വേണ്ടിയിട്ടുണ്ട്. സെൻസിയിൽ അവിടെ വീണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ അവിടെ 2 പ്ലേസാണ്. ആലപ്പുഴ 2 പ്ലേസാണ് വേണ്ടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ 3 പ്ലേസ് വേണ്ടിയിട്ടുണ്ട്. ആലപ്പുഴ ഫിനിഷായി. ഇവിടെ നിലവിലുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആടി നടക്കുന്നുണ്ട്. അവിടെ കയറി എടുക്കുന്നുണ്ട്. അവിടെ തൃശ്ശൂരിൻ്റെ ടെറർ കയറി അടുത്ത പ്ലെയർ നോക്കാതിരിക്കണം. അവിടെ തൃശ്ശൂർ ടെറർ അവിടെ നോക്കി നിൽപ്പുണ്ട്. എറണാകുളത്തിന് 2 പ്ലേസ് വേണ്ടിയിട്ടുണ്ട്. ഇവിടെ 2 എറണാകുളത്തിൻ്റെ പ്ലേസ് വേണ്ടിയിരിക്കണം. അവിടെ തൃശ്ശൂരിൽ നിന്ന് ബടുക്ക് വരുന്നുണ്ട്. അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തിൻ്റെ തിരി അവിടെ നോക്ക് ഔട്ടാണ് കിടപ്പുണ്ട്. അവിടെ ട്രിവാൻഡ്രത്തിനോട് ട്രിവാൻഡ്രത്തിനോട് ഫൈറ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. സെൻസിയിൽ ആദ്യം വേണ്ടിയിട്ടുണ്ട്. ഫ്രോസണ് വേണ്ടിയിട്ടുണ്ട്. അവിടെ ഫ്യൂറികൾ കയറി ട്രിവാൻഡ്രത്തിന് അലക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്ററി കണ്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഫ്രോസണ് വേണ്ടിയിട്ടുണ്ട്. ബാറ്ററി കൊട്ടികൾ ചെയ്യാൻ വേണ്ടി നോക്കാം. അവിടെ രാപ്പൻ ഫ്യൂരി O60 ഫ്യൂരി അവിടെ നിൽപ്പുണ്ട്. 2 കില്ലുമായിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. എൻ്റെ മോനെ വിഷയം. മാക്സിമം സ്ട്രീമാണെന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമുക്കിന്നൊരു 7 സബും കൂടെ ആണെങ്കിൽ 400 സബ് എത്തിക്കാം. മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അവിടെ ഇവിടെ നിന്ന് VS ആയിട്ട് നിൽപ്പുണ്ട്. സൈഡിലായിട്ട് നമ്മുടെ കണ്ണൂർ ടീം നിൽപ്പുണ്ട്. കണ്ണൂർ ടീമോടെ VS ആയിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. കണ്ണൂർ ടീമിൻ്റെ പ്ലേയേഴ്സ് എല്ലാം അവിടെ തൊട്ട് തൃശ്ശൂർ ടീം എന്നുണ്ട്. തൃശ്ശൂർ ടീമോടെ വണ്ടി എടുത്ത് ഓട്ടിച്ച് നടക്കുന്നത് തൃശ്ശൂരിൻ്റെ പ്ലേയേഴ്സ് ആൾറെഡി അവിടെ ടീം ഫ്രോസിൻ്റെ കില്ല് കൺഫേം ആയിട്ടുണ്ട്. സോമൻ ഫിയുടെ ടീം ബാറ്ററി അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ട്രിവാൻഡ്രം ടീം ആദ്യം തന്നെ ഫിനിഷായി എന്ന് പറയുന്ന കാഴ്ചയാണ്. ട്രിവാൻഡ്രം ടീം ആദ്യം തന്നെ ഫിനിഷായി. ആദ്യം ഫിനിഷായ ടീം രണ്ടാമത്തെ ഫിനിഷായിട്ട് ടീം ട്രിവാൻഡ്രം ആദ്യം ഫിനിച്ച ടീം നമ്മുടെ ആലപ്പുഴയുടെ സ്ലോട്ട് 10 സ്ലോട്ട് 10 സ്പെക്ക് ചെയ്യാമല്ലോ. മലപ്പുറത്തിന് സ്പെക്ക് ചെയ്യാമല്ലോ. ഡീമൺ ഗെയിമിംഗ് സ്ലോട്ട് 10 സ്പെക്ക് വന്ന സ്ലോട്ടിന് 10 സ്പെക്ക് ചെയ്തിട്ടുണ്ട്. സ്ലോട്ട് 10 നമ്മുടെ മല്ലു ഒപ്പി മലപ്പുറത്തിന് മല്ലു ഒപ്പി സെറ്റ് എടുത്തിട്ടുണ്ട്. സേവർ ജിപ്പി എൻ്റെ മോനെ മാക്സിമം കോട്ടയം കാണിക്കല്ലേ പറയുന്നുണ്ട്. കോട്ടയം കാണിക്കുക സീനില്ല. കോട്ടയം ഇവിടെ സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അവർക്ക് വലിയ സീൻ ഒന്നുമില്ല. അവിടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ടീം നമ്മുടെ സോൺ ഔട്ടിലാണ്. അവർക്ക് എല്ലാവർക്കും സോൺ ഔട്ട്. കാരണം ഇവിടെ പത്തനംതിട്ടയുടെ നമ്മുടെ വാവാസുരിച്ചൻ ടീം ഇവിടെ സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ടീം അവിടെ ക്രോണസ് അവിടെ അടിക്കുന്നുണ്ട്. ക്രോണസ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കാസർഗോഡ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കാസർഗോഡ് ബസ് നമ്മുടെ കാസർഗോഡ് ബസ് ഇടുക്കിയാണ്. ഇടുക്കിൻ്റെ പിക്കാൽ അവിടെ കാസർഗോഡിൻ്റെ പ്ലേസ് എടുക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ ഗോസ്റ്റിന് സ്പോട്ട് പാലക്കാട് ഗോസ്റ്റിന് അടിച്ചിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മുടെ കാസർഗോഡിൻ്റെ നമ്മുടെ ക്രോണസ് അടിച്ചുകൊണ്ടിരിക്കുന്ന സൈഡിലായിട്ട് നമ്മുടെ ഇടുക്കിൻ്റെ പിക്കാൽ നിൽപ്പുണ്ട്. സ്മോക്കർ നിൽപ്പുണ്ട്. തൊട്ടിപ്പുറത്താണ് നമ്മുടെ മലപ്പുറം ടീം നിൽപ്പുണ്ട്. ഇവിടെ സുൽത്താൻ സ്പോട്ടിട്ടുണ്ട്. അവിടെ കേരള വിച്ചറിന് അവിടെ വെള്ളത്തിൽ കൂടെ നീന്തിയാണ് പുള്ളിക്കാരൻ സ്പോട്ട് കളിക്കുമ്പോൾ മംസ് ഗെയിമിംഗ് വെൽക്കുന്ന സ്ട്രീം ബ്രോ കമ്മോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ മംസ് ഗെയിമിംഗ് വെൽക്കുന്ന സ്ട്രീമാണ്. ലൈക്ക് സബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക. എൻ്റെ മോനെ വിഷയം അവിടെ വിച്ചർ നോക്കണം. വിച്ചർ ഇങ്ങനെ നീന്തി പോവുകയാണ് ചേട്ടൻ. നീന്തൽ പഠിക്കുന്ന ശ്രമത്തിലാണ്. പക്ഷേ അവിടെ നീന്തൽ പഠിക്കേണ്ടി വന്നില്ല. അതിന് മുമ്പേ അടിച്ചിട്ട് അവിടെ ബാഡ് ബോയ് അടിച്ചിട്ട് എൻ്റെ മോനെ ബാഡ് ബോയ് ഒരു M16 വെച്ചിട്ടുള്ള ഒരു 1.5 ഫയറിങ് 3 പേരാണ് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാഡ് ബോയ് മൊത്തം കാസർഗോഡിന് ഇപ്പം തന്നെ 4 കില്ലുണ്ട് കേസ്. എൻ്റെ മോനെ വിഷയം അവിടെ കാസർഗോഡിൻ്റെ ബാഡ് ബോയ് ഇവിടെ നിലവിൽ തന്നെ 3 കില്ല് എടുത്തിട്ട് ഇവിടെ സെറ്റായിട്ട് കളിക്കുന്നുണ്ട്. വെള്ളത്തിൽ പോകുന്ന പിള്ളേരൊക്കെ നീന്തി പോകുന്ന പിള്ളേർ നീന്താൻ പോലും സമയത്ത് കയറി അടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബാഡ് ബോയ് കാസർഗോഡ് PT ആരൊക്കെ 18 ആരൊക്കെ ഉണ്ട്. മാക്സിമം 18 ആരൊക്കെ വെച്ചിരിക്കുന്നത് പത്തനംതിട്ടൻ്റെ ആരൊക്കെ ഉണ്ട്. ഓക്കെ പത്തനംതിട്ട വാവാസുരേഷുണ്ട്, സ്മോക്കി ഉണ്ട്, സൈക്കോ ഉണ്ട്, മജിസ്റ്റി ഉണ്ട്. ഇതാണ് പത്തനംതിട്ട ടീം. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് എനിക്കൊരു പിടിയില്ല. കാരണം ഞാൻ എന്തിനാണ് വെൽക്കം സ്ട്രീം ജോക്കർ നീ എഡിറ്റ് ചെയ്ത് ഗ്രൂപ്പ് ലിങ്ക് ഇടാം. അത്രേ ഉള്ളൂ. PT ആരൊക്കെ ഉണ്ട് 18 ആരൊക്കെ ഉണ്ട് പറഞ്ഞു ബ്രോ പറഞ്ഞപ്പോൾ സ്ട്രീമാണ് ലൈക്ക് സബ് ചെയ്യാം മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് വെറും 7 സബ് 1400 സബിലേക്കുള്ള ചൈത്രയാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. 7 സബും കൂടെ മതി. 6 സബും കൂടെ മതി. എൻ്റെ മോനെ വിഷയം ഇവിടെ മാപ്പ് നോക്കുകയാണെങ്കിൽ മാപ്പ് സോണൗളിലാണ് പല ടീംസും. കാസർഗോഡ് ടീം സോണൗളിലാണ്, മലപ്പുറം ടീം സോണൗളിലാണ്, അവിടെ ഇടുക്കി ടീം സോണൗളിലാണ്. അവിടെ പത്തനംതിട്ട ബസ് എറണാകുളം ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം പത്തനംതിട്ട ബസ് എറണാകുളം ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട versus എറണാകുളം. പക്ഷേ എറണാകുളം ഫിനിഷ് ആയതാണ് ഗീസ്. എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ഇവിടെ നിങ്ങളൊരു നീട് വീണെന്നില്ല കാണിച്ചല്ലോ. വേറെ ഒന്നും കണ്ടില്ലല്ലോ. കോഴിക്കോട് സ്പെക്ക് പറഞ്ഞു. കോഴിക്കോട് സ്പെക്ക് ചെയ്യാമല്ലോ. അവിടെ നമ്മുടെ സിംപാക്സ് അവിടെ നിൽപ്പുണ്ട്. സിംപാക്സ് കാലിക്കട്ട് അവിടെ ഒരു പാനക്കായിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ലെവൽ 3 ഹെൽമെറ്റും പാനക്കായിട്ട് പുള്ളിക്കാരൻ തകർക്കുകയാണ്. നമുക്ക് പാന് മാത്രമേ ഉള്ളൂ. പാന് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ച കാണിച്ചുകൊണ്ട് കാസ്ട്രോഡ് റൈഡ് വന്ന പൊളിക്കും. ഇന്നലെ കാസ്ട്രോഡ് റൈഡ് വന്നു ബ്രോ. സബ് ചെയ്ത് പൊളിക്കുക. 6 സബും കൂടെ മതി. 6 സബും കൂടെ ഉണ്ടെങ്കിൽ 1500 സബിലോട്ട് എത്തിക്കാം. മാക്സിമം സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. കോട്ടയം ഉയരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല, പിന്നെ തൃശ്ശൂർ ഉയരുന്ന പറഞ്ഞാൽ നമ്മുടെ അക്ഷയം ഉണ്ടെങ്കിൽ സ്ട്രീമാണ് ലൈക്ക് സബ് ചെയ്യുക. സോൺ വരുന്നുണ്ട്. സോൺ വിഴുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പല പ്ലേയേഴ്സിനെയും എൻ്റെ മോനെ സോൺ ഇവിടെ വിഴുങ്ങി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ സോൺ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രോപ്പ് ഉണ്ട്. ഈ ഡ്രോപ്പ് എന്തിനാണ് വീണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. PUBG എന്തിനാണ് ഇവിടെ ഡ്രോപ്പ് ഇട്ടെന്ന് PUBGക്ക് അറിയത്തില്ല. ഒരു RPG ഡ്രോപ്പാണ്. എന്തിനാണ് RPG എന്ന് ചോദിക്കുന്നവർക്ക് പലർക്കും അറിയാം. ഇവിടെ RPG എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഉള്ള കാര്യമില്ല. ഇവിടെ പലർക്കും അറിയാം, പക്ഷേ എനിക്കറിയത്തില്ല. മലപ്പുറം എന്ന് പറയുന്നുണ്ട്. മലപ്പുറം സ്പെക്കല്ലോ കണ്ടായിരുന്നു കാസ്ട്രോഡ് റൈഡ്. അല്ല, പിന്നെ കാസ്ട്രോഡ് റൈഡ് ഇന്നലെ പൊളിയായിരുന്നു. ബ്രോ ഗെയിമിംഗ് താങ്ക്സ് അലോട്ട് ബ്രോ. അപ്പോൾ നമ്മൾ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ണൂരിൻ്റെ സേവറും കൂടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ പല ടീംസും 3 ജില്ല മേടിച്ചിട്ടുണ്ട്. എറണാകുളം ടീം 4 ജില്ല ടീം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ എറണാകുളം ടീം മേടിച്ചിട്ടുണ്ട്. ആലപ്പുഴ ഫിനിഷ് ആയിട്ടുണ്ട്. പാലക്കാട് ഫിനിഷ് ആയിട്ടുണ്ട്. ട്രിവാൻഡ്രം മേടിച്ചിട്ടുണ്ട്. ഇത്രയും ടീംസാണ് മേടിച്ചായിരുന്നത്. അപ്പോൾ 29 സ്ട്രീമാണ്. 29 ലൈക്ക് സബ് ചെയ്യുക. ഒരു ഫൈറ്റ്, ഒരു 1.5 ഫൈറ്റ് ഇതിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്നിരിക്കുന്നത്. നമ്മുടെ ആഘോഷം 4 സബും കൂടെ മതി. 4 സബും കൂടെ ഉണ്ടെങ്കിൽ 1400 സബ് എത്തിക്കാവുന്നതാണ്. എൻ്റെ മോനെ വിഷയം ബ്ലാക്ക് ഗെയിമിംഗ് പൊളി എന്ന് പറഞ്ഞാൽ അല്ല, പിന്നെ സ്ട്രീമാണ് ലൈക്ക് സബ് ചെയ്യുക. ഒരു 12 സ്മോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുകയാണ് എൻ്റെ കേസ്. എൻ്റെ മോനെ വിഷയം അവിടെ 12 ബാബ സുരേഷ് ഇങ്ങനെ നിൽപ്പുണ്ട്. 12 ബാബ സുരേഷ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവിടെ ചാടി കളിക്കുകയാണ്. കോട്ടയം ടീമിന് കാരണം കോട്ടയം ടീം ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അവർക്ക് വലിയ തന്നെ കണ്ണൂർ പൊളി എന്ന് പറയുന്നത് അല്ല, പിന്നെ കണ്ണൂരിൻ്റെ പൊളി ടീമല്ലേ. അപ്പോൾ 35 പേര് കാണുന്നുണ്ട്, ഇതിന് 41 ലൈക്ക് ഉണ്ട്. അപ്പോൾ ലൈക്ക് സബ്ബ് ഗൈസ്, എന്താണ് ഗൈസ് നിങ്ങളെ പവർ കാട്ടുക, നിങ്ങളെ സ്നേഹം കാണിക്കുക. നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ടർബോ ചോട്ട ഇല്ല ബ്രോ, ടർബോ ചോട്ട ഇവിടെ ഇല്ല. ഓക്കെ, മലപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ വിഷയം. മലപ്പുറം പൊളിയായിട്ട് തറുത്തോണ്ടിരിക്കണം. അവർ വണ്ടി എടുത്ത് ഇങ്ങനെ സെറ്റ് ആയിട്ട് നമ്മുടെ മലപ്പുറത്ത് ടൊർണാഡോ ഇങ്ങനെ വണ്ടി കിടന്നു. പക്ഷേ റെഡ് സോൺ അവർക്ക് പണി കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. റെഡ് സോൺ ജങ്കിയുള്ള റെഡ് സോൺ നിൽപ്പുണ്ട്. അവിടെ നമ്മുടെ കേലക്സിൻ്റെ റെട്രോ എന്ന് പറഞ്ഞു വന്ന ശീലം. ഇപ്പോൾ ഇവിടെ റെട്രോ കാര്യക്കാട്ടിൻ്റെ റെട്രോ എങ്ങനെ വണ്ടി AKM ഒക്കെ എടുത്ത് നമ്മുടെ വണ്ടി ഓടിച്ച് തകർത്തുകൊണ്ടിരിക്കണം. അവിടെ വണ്ടി എടുത്ത് അല്ലോ നമ്മുടെ അയ്യോ ആയിട്ട് ഇങ്ങനെ കാലിക്കണ്ട് അയ്യോ ആയിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കണം എൻ്റെ മോനെ. ഓക്കെ, ഞാൻ ടർബോൻ്റെ കാന്താരിയാണ്. ശരി എന്നാ. തൃശ്ശൂർ പേരൂർ പൊളി എന്ന് പറഞ്ഞാൽ 5 ഉണ്ടെങ്കിൽ അല്ല. പിന്നെ മംസ് ഗെയിമിംഗ് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം വെൽക്കം സ്ട്രീം ബ്രോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പല ടീംസ് ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. എന്താ ഫ്ലെയർ അടിച്ച് ഇവിടെ കാസർഗോഡ് ടീം നിൽപ്പുണ്ട്. അവർ BR ടീമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു. BR ടീമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവർക്ക് BR ടീം എടുക്കുക, അടിച്ച് പൊളിക്കുക, അതാണ് അവരുടെ ആവശ്യം. BR ടീം ഒപ്പി എന്ന് പറയാം. BR ടീം പൊളിക്കുക. നമുക്കിന്ന് സ്പാർട്ടൻ ഇതിലില്ല ബ്രോ. സ്പാർട്ടൻ ഹെലൻ കണ്ണൂർ അവിടെ നിൽക്കുന്നു. കണ്ണൂർ നമുക്ക് നോക്കാം. പാലക്കാടുണ്ട്. പാലക്കാട് ഇപ്പോഴും ഉണ്ട് ബ്രോ. അല്ല, പാലക്കാട് ഫിനിഷായി ബ്രോ. പാലക്കാട് ഫിനിഷായി. നമുക്ക് ആരെ സ്പെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? സ്പാർട്ടൺ എന്നായിരുന്നല്ലേ. X6 തങ്കം ഇൻ ദ ചാറ്റ് ഗെയിം. ശരിയെന്നാ. കണ്ണൂർ ടീമൊക്കെ ഇങ്ങനെ സെറ്റ് എടുത്ത് കണ്ണൂർ ടീം അവിടെ മലപ്പുറം ടീം വണ്ടി എടുത്ത് പോകുന്ന സ്പോട്ടിലുണ്ട്. അവിടെ വയനാട് അവിടെ തൃശ്ശൂർ അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ വയനാട് ബസ് തൃശ്ശൂർ ഫൈറ്റ് എടുക്കുന്നുണ്ട്. വയനാട് അവിടെ കയറിയുമ്പോൾ അവിടെ തൃശ്ശൂർ ബസ് വയനാട് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അവിടെ വയനാടിൻ്റെ ഡിക്രൂ റോങ് പിടിച്ച് അവിടെ തൃശ്ശൂർ അവിടെ വയനാടിനെ പിടിച്ചിരിക്കണം. എൻ്റെ മോനെ കയറി അടിച്ചു, ഗ്യാപ്പ് കൊടുത്തില്ല. തൃശ്ശൂരിൻ്റെ പ്ലേസ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അവിടെ സൈഡിൽ കൂടെ വന്ന് ഇടുക്കി ടീമിന് പണി കിട്ടുകയാണ്. എൻ്റെ മോനെ ഇടുക്കിൻ്റെ പിക്കാലം മാത്രം നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇടുക്കിൻ്റെ പിക്കാലം ഒരു നോക്കിയിട്ടുണ്ട് തൃശ്ശൂരിന്. അവിടെ ഈ മലപ്പുറം അവിടെ തൃശ്ശൂരിന് പണി കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനെ അവിടെ തൃശ്ശൂരിനോട് പണി കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ 2 പ്ലേയേഴ്സ് മോളൂസും ബഡ്ക്കും മാത്രം ബാക്കി. അവർ 2 സെറ്റ് എടുക്കുമ്പോൾ അവിടെ മല്ലു ഒപ്പിനെ സ്പോട്ടിന്. പക്ഷേ മല്ലു ഒപ്പി തിരിച്ചടിച്ചു. മലപ്പുറം ടീം അവിടെ പവർ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഒരു ഗ്യാപ്പും കൊടുക്കുന്നില്ല. മലപ്പുറത്തിന് MR പോയി ചാടി ഇറങ്ങിയിട്ടുണ്ട്. കയറി അടിക്കാനുള്ള ഒരു 1.5 ചാൻസ് ആണ് എല്ലാവർക്കും കാണുന്നത്. കോട്ടയം ടീം കൂടെ കണ്ണൂർ സേവറിനെ നോക്കിയിട്ടുണ്ട്. അവിടെ ഒരു സ്മോക്ക് തൊട്ട് താഴെ നമ്മുടെ ഇടുക്കിൻ്റെ പിക്കാല കിടപ്പുണ്ട്. പിക്കാല ഇപ്പോൾ താഴെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മലപ്പുറം ടീമിന് പണി കിട്ടും. ഇവിടെ താഴെ നിന്ന് സെറ്റായിട്ട് കയറി വന്ന് നമ്മുടെ ഹീലപ്പായിട്ട് കയറി വന്നിട്ട് നല്ല രീതിയിൽ പണി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് പിക്കാല. ഈ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ മോളോസിൽ നിന്ന് മാത്രമേ ഒതുങ്ങിക്കൊണ്ടിരിക്കണം. തൃശ്ശൂർ ടീമിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സോൺ എന്ന് പറയുന്നത് ഇവിടെ സോണിൽ പല ടീംസിനും കയറാണ്ട് നിർത്തടേ എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ ഇടുക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സ്ട്രീമർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ചെയ്യുക. നമുക്ക് 40 ശരിയുടെ ഒരു 50 ലൈക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അവിടെ കാലിക്കറ്റ് ടീമോടെ സെറ്റ് ചെയ്ത് നമ്മുടെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കോട്ടയം ടീം നിൽക്കുകയാണ്. കോട്ടയത്തിൻ്റെ ദീപക് റാപ്റ്റർ നിൽപ്പുണ്ട്. ഇവിടെ മുകളിൽ നല്ലൊരു ആംഗിളുമായിട്ട് നമ്മുടെ ടീം കോട്ടയത്തിൻ്റെ ദീപക് നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ വണ്ടിയായിട്ട് BR ടീമായിട്ട് നമ്മുടെ കാസർഗോഡ് ടീം വരുന്നുണ്ട്. കമൻട്രി ഇപ്പോൾ പറഞ്ഞുണ്ട്. അല്ല പിന്നെ കമൻട്രി കിട്ടും. താങ്ക്സ് ലോട്ട് ബ്രോ. അവിടെ പത്തനംതിട്ട വാവാസ് ഒരു കാർ ഓടിച്ചിട്ടുണ്ട്. സോണ് നൈസ്, അടിപൊളിടാ സെറ്റ്. നിങ്ങൾ പൊളിച്ചു കേട്ടോ. നല്ല രീതി ഒരു നൈസായിട്ട് തേഞ്ഞു പോയി. ഇവിടെ കാസർഗോഡ് ടീം ഇവിടെ BR ടീം എടുത്തിട്ട് ബാഡ് ബോയ് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ സെറ്റായിട്ട് നിൽപ്പുണ്ട്. കാസർഗോഡിൻ്റെ ബാക്കി പ്ലേസ് ഇവിടെ സൈഡിലായിട്ട് പത്തനംതിട്ടൻ്റെ മജിസ്ട്രിപ്പിന് വണ്ടി എടുക്കാനൊക്കെ ഇപ്പം ശരിയാക്കി തരാം. കാസർഗോഡ് പാലക്കാട് അവിടെ ഇറങ്ങി എനിക്ക് ഓർമ്മയില്ല ബ്രോ. ഇപ്പം ശരിയാക്കി തരാം പറഞ്ഞ് നമ്മൾ മാക്സിമം വണ്ടി എടുക്കണം. ഒരു മെക്കാനിക്കിന് വിളിച്ച് മൊയ്തീനെ ചെറിയ സ്പാൻഡിങ് അടിക്കുന്നു പറഞ്ഞ് അവിടെ തകർക്കുകയാണ്. അവിടെ തൊട്ടതായിട്ട് മലപ്പുറം ടീമോട് പോയിട്ടുണ്ട്. മലപ്പുറത്തിന് ഇങ്ങോട്ട് പോയിട്ട് മലപ്പുറത്തിൻ്റെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ടീമോടെ ഈ കണ്ണൂരിൻ്റെ സേവിൻ്റെ സ്പോട്ടിട്ടുണ്ട്. അവിടെ നോക്കെടുത്തുണ്ട്, അടിച്ചിട്ടാണ് കണ്ണൂരിൻ്റെ ബീസ്റ്റ് കൊണ്ട് സോണിലോട്ടോടെയാണ് ചെന്ന് കയറുന്ന. മിക്കവാറും നമ്മുടെ പത്തനംതിട്ട ടീമിൻ്റെ ഫ്രണ്ടിൽ പത്തനംതിട്ട മലയുടെ അപ്പുറത്തെ സൈഡിലാണ് മലപ്പുറം ടീം. അവിടെ ഒരു ഫ്ലെയർ അടിച്ചിട്ടുണ്ട്. ആരാണ് ഫ്ലെയർ അടിച്ചത് ഒരു പിടിക്കുന്നില്ല. ഇവിടെ മലപ്പുറത്തിൻ്റെ MR ബോയുടെ വീസ് തൊട്ട് എങ്ങനെ ലാസ്റ്റുള്ള വീസ് കളിക്കാം എന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ സ്വന്തം MR ബോയ്, മലപ്പുറത്തിൻ്റെ സ്വന്തം MR ബോയ് അവിടെ നിൽപ്പുണ്ട്. വീസ് എങ്ങനെ ലാസ്റ്റിൽ കളിക്കാമെന്ന് സേട്ടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിന് MR ബോയ് നിൽപ്പുണ്ട്. അവിടെ മലപ്പുറത്തിൻ്റെ ടൊർണാഡോ അടിച്ച കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്. അവിടെ ഫ്യൂറി ടീമിൻ്റെ അവിടെ ആട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മുത്തുമണികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്യൂറി ടീമിനെ ഫിനിഷ് ആയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്യൂറി ടീം ഫിനിഷ് ആയിട്ടില്ല. ഫ്യൂറി ടീം
അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്യൂറി ടീം അടിച്ചുകൊണ്ടിരിക്കുന്ന ടീം പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു. അല്ലേ, പത്തനംതിട്ടയാണോ കോട്ടയത്തിലാണോ? ഫ്യൂറി ടീം അവിടെ അടിക്കുന്നുണ്ട്. ആരെയൊക്കെ അടിക്കുന്നുണ്ട്? ഫ്യൂറി ടീം അല്ല, കാലിക്കറ്റ് ടീമിനാണ് ഫ്യൂറി ടീം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ വിഷയം അവിടെ സ്പോട്ട് ചെയ്ത് അവിടെ വണ്ടി പൊട്ടിക്കാനുള്ള സിറ്റുവേഷനാണ്. വണ്ടി പൊട്ടിച്ച് തകർത്ത് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ ഒരു വണ്ടി ഇല്ലല്ലോ. നീ എങ്ങനെ പോണ്ട, നമ്മൾ നടന്നാണെങ്കിലും പോകുമെന്ന് പറഞ്ഞ് അവരുടെ ഫ്യൂറി തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നു പോയിക്കോളാം, വണ്ടി പെട്രോൾ ലാഭിക്കൂ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്യൂറി ടീം അവിടെ വണ്ടി അടിച്ച് പൊട്ടിക്കുള്ള പരിപാടിയാണ് അവർ കാണിച്ചത്. നമ്മുടെ രായപ്പൻ ഫ്യൂറി കാണിച്ചത്. തൃശ്ശൂർ ഫിനിഷ് ചോദിക്കുന്നുണ്ട്. തൃശ്ശൂർ ഫിനിഷ് എന്ന് ചോദിക്കാം. ഇതെന്താ സംഭവം? അവിടെ സോമൻ ഫ്യൂറി കയറി അടിക്കുള്ള നമുക്ക് നോക്കാം. അവിടെ രായപ്പൻ ഫ്യൂറി നിൽപ്പുണ്ട്. കിപ്പ സെറ്റ് ആയിട്ടുണ്ട്, സീനൊന്നുമില്ല. ഫ്യൂറി ടീം അവിടെ മാറിയിട്ടുണ്ട്. 5 more likes മതി. 4 ലൈക്ക് കൂടെ ആണെങ്കിൽ നമുക്ക് 50 ലൈക്കൊക്കെ മാക്സിമം സ്ട്രീം ആണ്. ലൈക്ക് സബ് ചെയ്യുക. നേട് പൊട്ടുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് കാലിക്കറ്റ് ടീം നിൽപ്പുണ്ട്. കാലിക്കറ്റ് ടീമിന് സോണിലോട്ട് പറഞ്ഞാൽ കാലിക്കറ്റ് ടീമിന് ബാക്കി എല്ലാ പ്ലേസിലും സോണിലോട്ട് ഇവിടെ സോണിലോട്ട് ഓടിയാണ്. അവിടെ വണ്ടി പിടിച്ച് പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണിക്കണം. ഇവിടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എടുക്കുമെന്ന് നോക്കാം. വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്നുണ്ട്. നമ്മുടെ കാലിക്കറ്റ് ടീം കൊല്ലംകാരെ പോലെ അല്ല. എന്തായാലും നോക്കാം, ഒരു കിള്ള ഫൈറ്റിനെ പ്രതീക്ഷിക്കാൻ എൻ്റെ വിഷയം. അവിടെ സ്പോട്ടിലുണ്ട്. അവിടെ കാലിക്കറ്റിന് അടിക്കുന്നുണ്ട്. ഒരു ബഗ്ഗായിട്ടൊന്ന് കാലിക്കറ്റിനെ അടിക്കുന്നുണ്ടെങ്കിൽ റൂബൻ ഫ്യൂറി കൊടുക്കുന്ന ടാഗൊന്നും അവർക്ക് കേൾക്കുന്നില്ല. എൻ്റെ മോന് അവിടെ കാലിക്കറ്റ് ടീമിൻ്റെ കാര്യങ്ങൾ കാലിക്കറ്റ് ടീം ഹൈ ഗ്രൗണ്ട് ആണെങ്കിൽ കാലിക്കറ്റ് ടീമിൻ്റെ ഒരു പ്ലെയർ നോക്കിയിട്ടുണ്ട്. റൂബൻ ഫ്യൂരി നോക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ റൂബൻ അവിടെ തകർക്കുകയാണ്. ഫ്യൂരി ടീം അവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സോമൻ ഫ്യൂരി മുകളിലോട്ട് കയറിയിരിക്കും. പക്ഷേ മുകളിലോട്ട് കയറാൻ പറ്റുന്ന ഒരു ആംഗിൾ ഉണ്ടെന്നുള്ളൊരു മറ്റൊരു ചോദ്യം. അവിടെ O6 ഫ്യൂരിയുടെ സൈഡിൽ കൂടെ കയറുന്നുണ്ട്. കാലിക്കറ്റിന് ഒരു മുകളിൽ നിന്ന് വേറെ പണി വരുന്നുണ്ട്. കാലിക്കറ്റ് ടീമിന് ബാക്കി പണി വരുന്നുണ്ട്. നമ്മുടെ കോട്ടയം ടീമിൻ്റെ അവിടെ നിന്ന് പണി വരുന്നുണ്ട്. കണ്ണൂർ ടീം അവിടെ മലപ്പുറത്തിന് എടുക്കുന്നുണ്ട്. മലപ്പുറം കണ്ണൂർ ഇവിടെ സൈഡിൽ പോയിട്ട് എടുക്കുന്നുണ്ട്. മലപ്പുറത്തിന് മല്ലു MRB വേണ്ടി നടക്കുന്നുണ്ട്. മല്ലു ഒപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ മലപ്പുറം MRB വെട്ടി തൃശ്ശൂരിൻ്റെ മോളൂസിന് അടിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ടീം ഫിനിഷായെന്ന് തോന്നുന്നു. ഇവിടെ സൈഡിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റോബൻ ഫ്യൂറി അവിടെ കോട്ടയം നടക്കുന്ന കോട്ടയം അച്ഛലീസിനെ പറ്റിയാക്കുന്നു. പക്ഷേ BR ടീമിന് അതിൻ്റെ അടിയൊന്നും ഏക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിക്കണം. പത്തനംതിട്ടൻ്റെ ആവാസുരിച്ച് അവിടെ പ്ലേയേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പത്തനംതിട്ട കൊല്ലം ഫൈറ്റാണ്. കൊല്ലത്തിൻ്റെ റൂബൻ അവിടെ റിവൈവ് ആക്കുകയാണ് നമ്മുടെ O6 ഫ്യൂറിനെ. സോമൻ ഫ്യൂറി നോക്ക്ഡ് ഔട്ടാണ്. നമ്മുടെ രായപ്പൻ ഫ്യൂരിയുടെ സൈഡിൽ നമ്മൾ സോൺ നോക്കുകയാണെങ്കിൽ സോൺ ഇവിടെ മലപ്പുറം ടീമിന് 1 അഡ്വാൻറ്റേജ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷോർട്സ് നമ്മൾ തൊട്ട് താഴെ അവിടെ കാസർഗോഡ് ക്രോണസ് നിൽപ്പുണ്ട്. കാസർഗോഡ് ബാക്കി പ്ലേയേഴ്സ് അവിടെ നിൽപ്പുണ്ട്. കോട്ടയത്തിൻ്റെ ആക്ച്വലീസ് അവിടെ നമ്മുടെ ബോട്ട് എടുത്ത് കറക്കുകയാണ്. അവിടെ തൊട്ട് താഴെയായിട്ട് അവിടെ പ്ലേയേഴ്സ് നടക്കുന്നുണ്ട്. പത്തനംതിട്ട ആവാസുരിച്ച് സോണി വേണ്ടിയിട്ടുണ്ട്. അവിടെ പത്തനംതിട്ടയുടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. പത്തനംതിട്ട സ്മോക്കി വേണ്ടിയിട്ടുണ്ട്. പത്തനംതിട്ട സൈക്കോ അവിടെ ഒരു മരത്തിൻ്റെ ബാക്കിൽ കവർ നിൽക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിലായിട്ട് പിന്നെ കണ്ണൂരിന് MNBV നിൽപ്പുണ്ട്. കണ്ണൂരിന് MNBV എല്ലാം ചെയ്യാൻ പറ്റുമോ? എൻ്റെ മോനെ വിഷയം 1 ആർമി ഇടിക്കുന്നു. എൻ്റെ മോനെ വിഷയം അവിടെ നമുക്ക് നോക്കാം. നമ്മുടെ ബാക്കിൽ കൂടെ സോണിലോട്ട് പിടിക്കുന്ന സിറ്റുവേഷനാണ്. അവിടെ കണ്ണൂർ ടീമിന് പത്തനംതിട്ട സോണിലോട്ട് പിടിക്കണം. അവിടെ അടിക്കുന്നുണ്ട്. നമ്മുടെ കോട്ടയത്തിൻ്റെ ജോക്കറിന് അടിക്കാനുള്ള സമയത്ത് കോട്ടയത്തിൻ്റെ ജോക്കറിന് അടിക്കുമ്പോൾ കോട്ടയത്തിൻ്റെ ജോക്കറോട് ഫിനിഷായി. അവിടെ റൂബൻ ഫ്യൂറി പിടിച്ച് 2 പ്ലേയേഴ്സിനെ അവിടെ പത്തനംതിട്ട സൈക്കോ പിടിച്ചിട്ടുണ്ട്. അവിടെ വണ്ടി പൊട്ടി തിരുമ്പോൾ അവിടെ വണ്ടി എടുത്ത് സോണിലോട്ട് പോകാനാണ്. അവിടെ രായപ്പൻ ഫ്യൂറി സോണിൽ നിൽപ്പുണ്ട്. അവിടെ പത്തനംതിട്ടൻ്റെ സൈക്കോ മാത്രമാണ് ബാക്കിയുള്ളത്. സോൺ ഇവിടെ ആര് പിടിക്കുമെന്നൊരു പിടിയും കിട്ടുന്നില്ല. സോൺ ആർക്ക് കിട്ടുമെന്നൊരു പിടിയും കിട്ടുന്നില്ല. ആ ലെവലാണ് കളിച്ചിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ടീം ആൾറെഡി സോണിനകത്ത് കയറി നിൽപ്പുണ്ട്. അവർ സെറ്റാണ്. അവിടെ കണ്ണൂർ ടീം സെറ്റായിട്ട് നിൽപ്പുണ്ട്. കണ്ണൂർ ടീമിന് മലപ്പുറം ടീമിന് സോൺ ആൾറെഡി നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കണം. അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കണം മല്ലു ബോയിനെ. ഇവിടെ 3 ടീംസും 5 പ്ലേയേഴ്സ് 2-2-1 എന്ന സിറ്റുവേഷനാണ്. എൻ്റെ മോനെ വിഷയം. സ്പെക്ക് ഇടുക്കിൻ്റെ സ്പെക്ക് ഇടുക്കിയില്ല ബ്രോ. അപ്പോൾ ഇതാണെന്നുള്ള അവസ്ഥ. താങ്ക്സ് ലോട്ട് ബ്രോ. കൃഷ്ണ താങ്ക്സ് ലോട്ട്. എൻ്റെ മോനെ വിഷയം. നമ്മുടെ ബീസ്റ്റിൻ്റെ കാര്യം ബീസ്റ്റിങ് താഴെ ചാടിയിട്ടുണ്ട്. ബീസ്റ്റിന് വല്ലതും ചെയ്യുന്നുണ്ട്. അവിടെ സൈഡിലോട്ട് നേട് കൊടുക്കുന്നുണ്ട്. കണ്ണൂരിൻ്റെ ബീസ്റ്റിന് കയറി അടിക്കുമ്പോൾ മല്ലു പോയിന് സ്പോട്ടിൽ മല്ലു പോയിന് അടിക്കുമ്പോൾ കണ്ണൂരിൻ്റെ ബീസ്റ്റിന് പവർ കട്ടുമ്പോൾ അവിടെ ഗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിച്ചില്ല. സൈഡിൽ നിന്ന് കയറി മല്ലു ഒപ്പി അടിച്ചു. കണ്ണൂർ ബീസ്റ്റ് അവിടെ നോക്കായി. അവിടെ നിന്ന് കണ്ണൂടെ പത്തനംതിട്ട സൈക്കോ മാത്രമാണ് ബാക്കിയുള്ളത്. പത്തനംതിട്ട സൈക്കോ സോണിൽ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണൂരിൻ്റെ MNBV പിടിച്ചിട്ടുണ്ട്. അവിടെ മല്ലു ഒപ്പിനെ ഫിനിഷ് ചെയ്തു. അവിടെ കവറിൽ കയറുണ്ട് പത്തനംതിട്ട സൈക്കോ. പക്ഷേ പത്തനംതിട്ട സൈക്കോനെ ഫിനിഷ് ചെയ്തു. എൻ്റെ അമ്മോനെ മലപ്പുറം ടീം ചിക്കൻ എൻ്റെ മോനെ എൻ്റെ ഒരു രക്ഷയില്ല. വേറെ ലെവലിൽ കളിച്ചു. മലപ്പുറം ടീം മൊത്തം 11-12 കില്ല് 1-2 12 കില്ലുമായി ചിക്കൻ കൊണ്ടുപോയിരിക്കുകയാണ്. എൻ്റെ മുത്തുമണികളെ ഒരേ പൊളി. എങ്ങനെ പവർ കാട്ടണമെന്ന് അവർ കാണിച്ചു തന്നു. 11 കില്ലുമായി 12 കില്ലുമായി മലപ്പുറം ചിക്കൻ കൊണ്ടുപോയി. അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ടീമാണ്. അവർക്ക് 5 കില്ലുണ്ട്. മൂന്നാമത്തെ പൊസിഷൻ നമ്മുടെ കണ്ണൂർ ടീമാണ്. അവർക്ക് 1 കില്ലുണ്ട്. നാലാമത്തെ പൊസിഷൻ നമ്മുടെ ഫ്യൂറി ടീമാണ്. കൊല്ലം ടീമാണ്. അവർക്ക് 8 കില്ലുണ്ട്. മൂന്നാമത്തെ പൊസിഷൻ നമ്മുടെ കോട്ടയം ടീമാണ്. കോട്ടയം ടീമിന് 4 കില്ലുണ്ട്. നമ്മുടെ കാസർഗോഡ് ടീമിന് 6 കില്ലുണ്ട്. ഇടുക്കി ടീമിന് 4 കില്ലുണ്ട്. നമ്മുടെ തൃശ്ശൂർ ടീമിന് 3 കില്ലുണ്ട്. കാലിക്കറ്റ് ടീമിന് 4 സ്കിൽസ് ഒന്നുമില്ല.
നമ്മുടെ വയനാട് ടീമിന് കിൽസ് ഒന്നുമില്ല. എറണാകുളം ടീമിന് 3 കില്ലുണ്ട്. നമ്മുടെ പാലക്കാട് ടീമിന് കിൽസ് ഒന്നുമില്ല. ട്രിവാൻഡ്രം ടീമിന് കിൽസ് ഒന്നുമില്ല. ആലപ്പുഴ ടീമിന് 1 കില്ലുണ്ട്. അപ്പോൾ നമ്മുടെ MVP എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തിൻ്റെ MR ബോയാണ് 6 കില്ല് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പ് ഫ്രാഗിങ് ടീമും ചിക്കൻ അടിച്ച മൂന്നാമത്തെ മാച്ചിൽ ടോപ്പ് ഫ്രാഗിങ് ടീമും ടോപ്പ് കിൽസ് അടിച്ച ടീമും ചിക്കൻ അടിച്ച ടീമും എല്ലാം ഒന്ന് തന്നെ നമ്മുടെ മലപ്പുറം ടീമാണ്. എൻ്റെ മോനെ വിഷയം വേറെ ലെവലിൽ അവർ തകർത്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആ ലെവലിലാണ് അവർ പെർഫോമൻസ് ചെയ്തത്. ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അടുത്ത ID പാസ്വേഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഒരു സീനുമില്ല. ഇപ്പോൾ മലപ്പുറം എന്നുണ്ട് എൻ്റെ മോനെ വിഷയം. ഇനി മാച്ച് ഉണ്ടല്ലോ, ഇനി ഒരു മാച്ചും കൂടെ ഉണ്ട് ബ്രോ. പിന്നെ ഒരൊറ്റ മാച്ചും കൂടെ ഉണ്ട്. ചാൻസ് നിങ്ങൾ കൃഷ്ണ ബ്രോ നിങ്ങൾ അതുവരെ ടി ഡിയും കളിക്കണോ? ID പാസ്വേഡ് വരുന്നവർ വേണമെങ്കിൽ ടി ഡിയും കളിക്കാം. അതിന് മുമ്പ് ഓക്കെ ടി ഡിയും കളിക്കുന്ന ഒരൊറ്റ സബ് എത്രയും ചോദിക്കുന്നുണ്ട്. സബ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി 2 സബും കൂടെ വേണം. 1398 സബ്. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ടി ഡിയും കളിക്കാൻ സീനൊന്നുമില്ല. നമുക്കൊരു വാട്സപ്പ് ചാർജ് തീരാറായല്ലോ. ചാർജ് വീണ്ടും 18 അത് കുഴപ്പമില്ല. മാച്ച് തുടങ്ങാൻ നേരത്തുനിന്ന് കുത്തിയിടുക. അടുത്ത മാച്ച് ആകുമ്പോൾ സെറ്റ് ആയിക്കോളും. ആ സീനൊന്നുമില്ല ബ്രോ. ചാർജ് നമ്മൾ ലോ ആണെങ്കിൽ നമ്മളെ ഫോൺ താങ്ങാം. 2% വരെ അത്യാവശ്യം ഫ്രെയിം റേറ്റ്, കളിക്കാൻ പറ്റുന്ന ഫ്രെയിം റേറ്റ് നമ്മളെ ഫോൺ തരും. ID പാസ്വേഡ് ഇതുവരെ വന്നിട്ടില്ല. വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ലേക്ക് മോനെ മുത്ത് പൊളി അല്ല. പിന്നെ എൻ്റെ TDM കളി വെറും മോശമാണ്. അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അൾട്രാ നൂബാണ് ആ കേസിൽ. ഏത് ഗെയിം കളിക്കുന്ന കാര്യത്തിൽ കമൻട്രി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഷ്ടമാണ്. ബട്ടൺ പൊസിഷൻ മാറ്റിയിരിക്കുകയാണ്. അതൊരു സീനാണ്. ID പാസ്വേഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓഹോ അടിപൊളി. Team match, let's go. Blue team has scored for the first time. സെറ്റാക്കി. അടിപൊളി. നിങ്ങൾ എൻ്റെ കളി കണ്ട് ജഡ്ജ് ചെയ്യണ്ട. ഞാൻ മൂവ്മെൻറ്റ് ബട്ടൺ മാറ്റി വെച്ചതിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ ചാർജിന് കുത്തിയിട്ട് കളിക്ക് ഇച്ചിരി പാടാണ്. അത് ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങൾ എൻ്റെ ഈ കളി കണ്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യില്ലേ.
അപ്പോൾ അതൊരൊന്നും നീഡ് RPG ഷോട്ട് ആയിരുന്നു കേട്ടോ. 2 പ്ലേയേഴ്സിനെ കിട്ടി. ഓഹോ, ബാക്ക് ചെയ്യുന്ന കടി വരുന്നുണ്ട്. ID pass വന്നിട്ടില്ലല്ലോ. Killing spree for the blue team. അവൻ്റെ ഒരു കാർണേറ്റിട്ട്. മോഡറേറ്റേഴ്സ് ഡിസ്ട്രിക്റ്റ് ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ആക്ക്. മോഡറേറ്റേഴ്സ് അവരവരുടെ ഡിസ്ട്രിക്ട് ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ആക്ക്. ക്രൂസ് ട്രിവാൻഡ്രം ഗ്രൂപ്പ്. Blue team is in the lead. ഓ, ഡ്രോപ്പ് ഷോട്ട്. ശരി എന്നാ ലിങ്ക് ഷെയർ ആക്കിയിട്ട് ഇങ്ങ് വരണം കേട്ടല്ലോ. Blue team's streak has just been put to an end. അടിപൊളി. നെക്സ്റ്റ് മാച്ച് തുടങ്ങാറായില്ല. നെക്സ്റ്റ് മാച്ച് ID പാസ്വേഡ് വന്നിട്ടില്ല. വന്നു. നെക്സ്റ്റ് മാച്ച് ID പാസ്വേഡ് വന്നിട്ടുണ്ട്. സീനില്ല. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇന്നത്തെ മാച്ച് സോളോ മാച്ചാണെന്ന്? 1.4K രണ്ട് പ്രാവശ്യം സബ് ചെയ്തിട്ടുണ്ട് എൻ്റെ. അല്ല പിന്നെ OPS സ്ട്രീം ചെയ്തവേ. ഇന്നത്തെ സോളോ റൂമാണെന്ന് തോന്നുന്നു. കാരണം കണ്ടില്ലേ ആരാണ് ഇന്നത്തെ റൂം ഹോസ്റ്റ് ചെയ്തത്? എൻ്റെ മോനെ കർമ്മ ഹണ്ടർ. എവട്ടെ വരുന്നു. പുതിയ ഫോണാണ്. പുതിയ ഫോണല്ല ബ്രോ, പഴയ ഫോൺ തന്നെയാണ്. ഗ്രേ ഉയരുന്നുണ്ട്. അല്ല പിന്നെ കർമ്മ പോയിട്ട് അല്ല പിന്നെ ഗ്രേന്ന് കളിക്കില്ല ബ്രോ. ശരി എന്നാ മലപ്പുറം ഉയര്. ഇന്ന് എത്ര പേർക്ക് അറിയുന്നത് റൂം? സ്കോഡാക്കി സ്കോഡാക്കി. ചാർജ് എത്രയായി? ചാർജ് 25. നമുക്കൊരു 30 ആകുമ്പം ഊരാം. ഗോം ഗെയിംസ്. സൈക്കോ പ്ലീസ് ഷെയർ ദ ലിങ്ക് ടു കോട്ടയം ഡിസ്ട്രിക്ട് ഗ്രൂപ്പ്. അതാണ് ഡിസ്ട്രിക്ട് ഗ്രൂപ്പ്സിലെല്ലാം നിങ്ങൾ സ്ട്രീമാണെന്ന് എല്ലാവരും അവരുടെ റെസ്പെക്റ്റഡ് ഡിസ്ട്രിക്ട് ഗ്രൂപ്പ്സിൽ ലിങ്ക് ഷെയർ ആക്കുക. കാരണം ഒരുപാട് പേർക്ക് ജോയിൻ ആവാനുണ്ട്. മലപ്പുറം വില്ലൻ ബ്രോ മലപ്പുറത്തിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ആക്കുക. കാരണം നമുക്ക് മാക്സിമം സബ് ചെയ്യുക. സോളോ മതി. ശരി എന്നാ. അതായത് ഡിസ്ട്രിക്ട് വാർഫെയർ ആണ്ട്രാ. സ്കോഡാക്കിയിട്ടുണ്ട്. അല്ല പിന്നെ സോളോ ഒക്കെ ആണെങ്കിൽ എൻ്റെ അവസ്ഥ പോകും. സൈക്കോ മലപ്പുറമാണ്. സൈക്കോ മലപ്പുറം അല്ല, സൈക്കോ കോട്ടയാണെന്ന്. സൈക്കോ കൊല്ലം. വില്ലൻ മലപ്പുറമാണ്. ഓക്കെ. യോ എക്സസ് ഗോൾഡ് സ്ട്രീം ബൈ ദ വേ ഷെയർ ചെയ്യാനുണ്ട് ചേട്ടാ. താങ്ക്സ് ബ്രോ. എങ്ങനെയാ കയറുക? ഇത് ഓപ്പൺ റൂം അല്ല ബ്രോ, ഡിസ്ട്രിക്റ്റ് വൈസ് ഉള്ള റൂമാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് ആദ്യമേ ഡിസ്ട്രിക്റ്റിൽ ഒരു ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോൾ ഉണ്ടായിരുന്നു. IGLനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേയേഴ്സിന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി അതിന് റൂം മാച്ചസ് ഉണ്ടായിരുന്നു. ആ ക്വാളിഫയേഴ്സ് ഉണ്ടായിരുന്നു. പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ജില്ലയ്ക്ക് വേണ്ടി റൂം മാച്ചസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഇതിൻ്റെ പ്രാക്ടീസ് മാച്ച് ഉണ്ടായിരുന്നു. ഇന്നലെ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നൊരു 1.5 പൊളിയായിരിക്കും. കണ്ണൂർ കൃഷ്ണ വെൽക്കം ടു സ്ട്രീം ബ്രോ. അപ്പോൾ എല്ലാവരും സ്ട്രീമാണെന്ന് എല്ലാവരും അവരുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അവരുടെ നമ്മുടെ ജില്ലാ ഗ്രൂപ്പ്സിൽ ഓൾറെഡി ജില്ലാ ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ആൾക്കാരെ കൊണ്ടുവരിക.
ഷൗട്ട് ഔട്ട് പ്ലീസ് കർമ്മ ബോയ് ടീം ഷൗട്ട് ഔട്ട് കർമ്മ ബോയുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക കർമ്മ ബോയുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക നല്ല കണ്ടന്റ് ആണെങ്കിൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്ട്രീംസ് ആണെങ്കിൽ നിങ്ങൾ നല്ല സ്ട്രീം ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും പുള്ളിക്കാരനെ ഷൗട്ട് ഔട്ടാണ് ഷൗട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റൊന്ന് യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുക ഇവിടെ ആദ്യമേ തന്നെ 10 തെറ്റിച്ചില്ല കണ്ണൂർ ടീം ആദ്യമേ തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ടീം എത്തിയിട്ടുണ്ട് വയനാട് ടീമിൽ നിന്ന് മൂന്ന് പേര് എത്തിയിട്ടുണ്ട് നമ്മുടെ കാലിക്കറ്റ് ടീമിൽ നിന്ന് 3 പേര് പാലക്കാട് നിന്ന് 3 പേര് മലപ്പുറത്ത് നിന്ന് ഒരാൾ തൃശ്ശൂരിൽ നിന്ന് 3 പേര് എറണാകുളത്ത് നിന്ന് 4 പേര് ഫുൾ സ്ക്വാഡ് എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് നിന്ന് 3 പേര് ആലപ്പുഴയിൽ നിന്ന് 3 പേര് പത്തനംതിട്ടയിൽ നിന്ന് 3 പേര് കോട്ടയം ടീം ഫുള്ളായിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്രോസൺ മാത്രമാണ് എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് ഡീമൺ വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിസാഡ് വന്നിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് ഫ്യൂറി വന്നിട്ടുണ്ട് ഞാൻ ഫ്യൂറി എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഞാൻ ഫ്യൂറി എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ വിഷയം ചേട്ടാ ടൈം ഔട്ട് തരില്ല എല്ലാ ടൈം ഔട്ട് ഇപ്പം തരില്ല മാച്ച് സ്റ്റാർട്ടായിട്ട് സ്പാം ചെയ്യാറുന്നത് എനിക്ക് അത്രേ പറയുള്ളൂ നിങ്ങൾ മാച്ച് തുടങ്ങുന്നവരെ സ്പാം ചെയ്ത് തള്ളിക്കുക ഒരു സീനും ഇല്ല മാച്ച് തുടങ്ങണ വരെ നിങ്ങൾ മാക്സിമം സ്പാം ചെയ്യുക തള്ളുക മാക്സിമം സ്പാം ചെയ്ത് തള്ളി തകർക്ക് പോകുമ്പോൾ ശരിയെന്ന് കണ്ണൂർ നിങ്ങൾ ശരിക്കും FFCക്കാരെ നിങ്ങൾ വിളിക്കുന്നത് എൻജോയ് ചെയ്യുന്നു സോളോ അല്ലേ ഇതാണ് സ്ക്വാഡാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ മാക്സിമം ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് ഇവിടെ ആരാണ് പവറെന്ന് കാട്ടുക അത്രേ നമുക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ഏറ്റവും പവറുള്ള ജില്ല ആരാണെന്ന് കാണിക്കുക നമുക്ക് ഫൈറ്റ് ബാക്ക് ഇടാം ഫൈറ്റ് ബാക്ക് കണ്ണും കണ്ടുകൂടില്ല ഫൈറ്റ് ബാക്ക് എവിടെയാടാ ഫൈറ്റ് ബാക്ക് ഇല്ലേ ഇനി ഫൈറ്റ് ബാക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ മാക്സിമം ട്രിവാൻഡ്രം കണ്ണൂർ കോട്ടയം എൻ്റെ പൊന്നോ ഒരു പ്രൊമോഷൻ ചെയ്യുക പ്രൊമോഷൻ ഒന്നും ചെറിയ പ്രൊമോഷൻ ഒക്കെ നോക്കാം ബ്രോ വലിയ പ്രൊമോഷൻ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളെ സീനൊന്നുമില്ല നീ കോൺടാക്ട് ചെയ്യുന്ന സീനൊന്നുമില്ല ഞാൻ പ്രൊമോഷൻ ചെയ്തു തരാം ജയിച്ചിട്ടുണ്ട് ബ്രോ ചെയ്തു തരാം ഞാൻ എന്തായാലും നീ പേഴ്സണലിൻ്റെ മെസ്സേജ് അയക്കും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ മാക്സിമം സ്പാം ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ചാനൽ ഡാൻസ് ഗാരേജ് നിങ്ങൾ ലിങ്ക് ഇട് സ്ട്രീമിൽ ഉള്ളതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇടാം സീനൊന്നുമില്ല ബ്രോ എത്ര സബ്ബായും ചെയ്യുന്നുണ്ട് സബ്ബ് ഞാൻ ചെക്ക് ചെയ്യില്ല നോക്കട്ടെ ഓക്കെ 1399 സബ് ഒരൊറ്റ സബും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ 1400 വിജയകരമായി നമ്മൾ പൂർത്തിയാക്കും ഒരൊറ്റ സബും കൂടെ മതി തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് മലപ്പുറം എന്ന് പറയുന്നുണ്ട് ട്രിവാൻഡ്രം എന്നുണ്ട് എൻ്റെ മോനെ കമൻറ്റ് ബോക്സിൽ ഫുൾ അടിയാണ് ഗൈസ് നിങ്ങളെ അവരവരുടെ ജില്ലക്കാരെ വിളിച്ചുകൊണ്ട് ഇവിടെ അടി ഉണ്ടാക്കുക നമുക്ക് സബും കയറും വ്യൂസും കയറും എല്ലാം കയറും നിങ്ങൾ പവർ കേട്ട് ഒക്കെ ഇപ്പം നമ്മുടെ 53 പേര് റൂമിൽ ജോയിൻ ആയിട്ടുണ്ട് കണ്ണൂർ ടീം ഫുൾ ടീം എത്തിയിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ഫുൾ ടീം എത്തിയിട്ടുണ്ട് കാലിക്കട്ട് ഫുൾ ടീം വയനാട് 3 പേര് 10 തെറ്റിച്ചില്ല മലപ്പുറത്ത് നിന്ന് ഫുൾ സ്ക്വാഡ് എത്തിയിട്ടുണ്ട് പാലക്കാട് ഫുൾ സ്ക്വാഡ് എത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഫുൾ സ്ക്വാഡ് എറണാകുളത്ത് ഫുൾ സ്ക്വാഡ് ഇടുക്കിയിൽ നിന്ന് ഫുൾ സ്ക്വാഡ് കോട്ടയത്ത് നിന്ന് ഫുൾ സ്കോർ ആലപ്പുഴയിൽ നിന്ന് ഫുൾ സ്ക്വാഡ് പത്തനംതിട്ട ഫുൾ സ്ക്വാഡ് കൊല്ലത്ത് നിന്ന് 3 പേര് ട്രിവാൻഡ്രത്ത് നിന്ന് 3 പേര് ട്രിവാൻഡ്രത്ത് നിന്ന് സെൻസ്റ്റേയിൽ ഇതുവരെ ജോയിൻ ആയിട്ടില്ല ഐ ഡോണ്ട് നോ വൈ കോട്ടയം പറഞ്ഞു ടി വി മലപ്പുറം ടി വി പത്തനംതിട്ട എൻ്റെ പൊന്നോ കോട്ടയം പവർ മലപ്പുറം കണ്ണൂർ ആര് തൊടാനല്ല പിന്നെ പട്ടികള് ഈ ക്രൂസ് ശരിയെന്നാ ഓക്കെ ക്രൂസിൻ്റെ വേറെ കഥയുണ്ട് ഞാൻ അത് ചാറ്റിൽ പറയാൻ പറ്റില്ല കോട്ടയം ക്രൂസ് ട്രിവാൻഡ്രം ഉണ്ടെങ്കിലും അവർ വേറെ ഒരു ബന്ധമുണ്ട് കോട്ടയായിട്ട് ഒരു വേണ്ടപ്പെട്ട ബന്ധം മാക്സിമം ഷെയർ ചെയ്യുക അതാണ് കണ്ണൂർ ബോയ്സ് പവർ കാണിക്കുന്നുണ്ട് അല്ല പിന്നെ കണ്ണൂർ പവർ എന്ന് പറയുന്നുണ്ട് എൻ്റെ മോനെ വിഷയം ട്രിവാൻഡ്രത്തിന് പവർ കാണിക്കുന്നുണ്ട് എൻ്റെ പൊന്നോ ഇവിടെ എന്തൊക്കെയാണ് കോട്ടയം FFC ഗെയിമിംഗ് വന്നിട്ടുണ്ട് സ്ട്രീം ബ്രോ FFC ഗെയിമിംഗ് വരുന്നുണ്ട് സ്ട്രീം എൻ്റെ മോനെ വിഷയം സ്ട്രീമാണ് നല്ല ലേഖത്തിലേക്ക് സബ് ചെയ്യുക ഇവിടെ ചാനൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നോ ഇവിടെ ഇങ്ങനത്തെ ഫൈറ്റ് തുടങ്ങുമെന്ന് ശരിക്കും ഇവിടെ ഫൈറ്റ് ബാക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ബാക്ക് ഇട്ട് നിങ്ങൾക്ക് ഒരു ഒമ്പഞ്ച് കയറി നിങ്ങൾ ഫൈറ്റ് എടുത്തോ സീനില്ല കോട്ടയം വരുന്നുണ്ട് കോട്ടയം എൻ്റെ പൊന്നോ മലപ്പുറം കോട്ടയം ട്രിവാൻഡ്രം ഒരേ പൊളി എന്ന് പറയുന്നുണ്ട് അല്ല പിന്നെ
ഇവിടെ വെറും മടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 54 പേര് ചോദിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ഫുൾ സ്കോഡ്, കൊല്ലം ഫുൾ സ്കോഡ്. ഇവിടെ ആകെ ജോയിൻ ആവുള്ളത് പാലക്കാട് എന്നൊരാൾ, അതുപോലെ തന്നെ നമ്മുടെ വയനാട് എന്നൊരാളാണ് നമ്മൾ ജോയിൻ ആവുള്ളത്. എൻ്റെ പൊന്നു ഇജാതി അടിയാണ് ഇവിടെ നടക്കുന്നത്. കോട്ടയത്തിനാണല്ലോ എൻ്റെ മോനെ ഇത്രയും. കോട്ടയം ട്രിവാൻഡ്രം തമ്മിൽ ഇവിടെ ഒരു ഞെരിച്ച അടിയാണ്. കണ്ണൂർ അതിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ കമൻറ്റ് ബോക്സിൽ കാലിക്കട്ടിന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കൊല്ലം ഫ്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അഫ്സൽ വെൽക്കം ടു സ്ട്രീം ബ്രോ. അഫ്സൽ വെൽക്കം ടു സ്ട്രീം. കാലിക്കട്ട് പറഞ്ഞിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സ്ട്രീമിൻ്റെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞ് ഇവിടെ പറ്റിയ അടി ശരിക്കുള്ള അടി കാണുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിയല്ല, ശരിക്കുള്ള അടി കാണുക. ഇവിടെ ഫാറ്റ് മതി, ഞാൻ പോകണം. ശരി എന്നാ കോട്ടം പൊളിയാടാ. അല്ല പിന്നെ കേരളസ് ഇടാം, അല്ല ഗോൾഡ് ഇടാം. ഒരേ പൊളി കണ്ണൂർ ഒരേ പൊളി. അല്ല പിന്നെ 2 പേർക്ക് സപ്പോർട്ട് ഞാൻ ശരി എന്നാ. ട്രിവാൻഡ്രത്തിനും കോട്ടയത്തിനും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് എന്ന ഗ്രേ ക്രൂസിന്റെ മനസ്സ് ഇവിടെ ആരും കാണാതെ പോകരുത്. അല്ല പിന്നെ മാക്സിമം സ്ട്രീമാണെന്ന് ലേക്ക് സബ് ചെയ്യുക. നമ്മുടെ പാലക്കാട് നിന്ന് ഒരു പ്ലെയറും വയനാട് നിന്ന് ഒരു പ്ലെയറും കൂടെ ഒന്നിൽ മാച്ച് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കോട്ടംപൊളിയുടെ കണ്ണൂർ ഒരേ പൊളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ കമന്റ് ബോക്സ് നോക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ അടിയാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്. വേറെ ലെവൽ അടി. അവിടെ മാച്ച് ആടാണ്. എൻ്റെ മുത്തേ മാച്ച് ആടാണ്. ഇന്നത്തെ ഗോൾഡൻ വുഡ്സ് മാപ്പ് ലാസ്റ്റത്തെ മാച്ച്, ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റത്തെ മാച്ച്. 1-1.5 തീപ്പൊരി പാറുന്ന ഇന്ത്യ മൊയരെ കേരളം മൊയരെ. ശരി എന്നാ, ഇന്ത്യ മൊയരെ കേരളം മൊയരെ, അത്രേ ഉള്ളൂ മാക്സിമം. നമുക്ക് ഇതിപ്പോൾ ചൈനക്കാരൻ നടത്തുന്ന ഫോണ്, ചൈനക്കാരൻ്റെ ഫോണ്, ചൈനക്കാരൻ്റെ ഗെയിം, നെറ്റ് മാത്രം നമ്മുടേത്. ശരി എന്നാ, അതിൻ്റെ റൂട്ടറും ഇത് ചൈനയിൽ ഉണ്ടാക്കിയ ദൈവത്തിന് അറിയാം. ഇപ്പോൾ മാച്ച് ആടാനുണ്ട്. പിന്നെ സ്പാമിങ് കുറയ്ക്കുക, സ്പാമിങ് നിർത്തുക. കണ്ണൂർ വരെ പൊളി. അല്ല പിന്നെ കോട്ടയം പവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി സ്പാം ചെയ്യല്. മാച്ച് ആടാനുണ്ട്. നിർത്തി സ്പാം മതി. ഇനി കമൻസ് വായിക്കാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് ചെയ്യുക. മതി. നിങ്ങൾ മതി. സ്പാമിങ് മതി. അടി നിർത്ത്. കോട്ടയം പവർ മതി. നിർത്ത്. ചൈന ബോക്സ് മലപ്പുറം സ്പാമിങ് നിർത്ത്. ഇനി കമൻസ് ഫ്ലൈറ്റ് കയറട്ടെ, നിർത്താം. ഓക്കെ ബ്രോ, നിങ്ങൾ നിർത്തിയാൽ മതി. കാരണം ഫ്ലൈറ്റ് കയറണം നടത്താം. ഓക്കെ നിങ്ങൾ നിർത്തിയാൽ മതി. കാരണം ഇനി നിർത്തിയില്ലെങ്കിൽ പണി പാളും. കാരണം പിന്നെ ചാറ്റ്സ് ഒന്നും വായിക്കാൻ പറ്റത്തില്ല. കണ്ണൂരെന്ന് നമ്മുടെ കണ്ണൂർ ആരൊക്കെ ഉണ്ട്? കണ്ണൂരെന്ന് നമ്മുടെ ബീസ്റ്റ് ഉണ്ട്, സേവിയർ ഉണ്ട്, MNB ഉണ്ട്, സൈക്കോ ഉണ്ട്. ഫ്ലൈറ്റ് പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സാൾട്ട് ഫീൽഡ് വരെയാണ് നമ്മുടെ ട്രെയിനിങ്സ്. അല്ല ഫാമിലിൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ചാടി തന്നിട്ടുണ്ട്. നമ്മുടെ ആകെയുള്ള ഒരു ഹോട്ട് ഡ്രോപ്പ് എന്ന് നമ്മുടെ ലക്ഷറി ടെമ്പിൾ മാത്രമാണ് കാസർഗോഡ്. എല്ലാവരും മാക്സിമം സബ് ചെയ്യുക. അപ്പോൾ ആൾക്കാരൊക്കെ ചാറ്റിട്ടുണ്ട്. നമ്മുടെ റിസോർട്ട് സൈഡിലോട്ട് നമ്മുടെ മലപ്പുറം ടീം പോയിട്ടുണ്ട്. നമ്മുടെ ഈ എറണാകുളം ടീം നമ്മുടെ ഡോഗ്സിൻ്റെ PUBG പോലെ ഡോഗ്സ് ആണെന്ന് തോന്നുന്ന സാധനത്തിൻ്റെ പേര്. മിലിറ്ററി സ്കൂളിലോട്ട് നമ്മുടെ പല ടീംസും പോകുന്നുണ്ട്. ഇപ്പോൾ 1 2 3 ടീംസാണെന്ന് തോന്നുന്നു പോകുന്നത്. എൻ്റെ മോനെ കോട്ടൺ ഒരേ പൊളിയാണ്, പവറാണ്. എല്ലാ ടെസ്റ്റ് ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യുക. സ്ട്രീമാണ് നല്ല ലേക്ക് സബ് മാക്സിമം അടിച്ച് പൊളിക്ക്. എൻ്റെ മോനെ വിഷയമാക്കാൻ നമുക്കിന്ന് ഇവിടെ മിലിറ്ററി സ്കൂളിലോട്ട് എൻ്റെ അപ്പൊന്നു 1 2 3 ടീംസാണ് ഇവിടെ ചാടിക്കൊണ്ടിരുന്നത്. വയനാട് ടീം ചാടുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് കോട്ടയം ടീം ചാടുന്നുണ്ട്. തൊട്ട് പിറകിലായിട്ട് കാസർഗോഡ് ടീം ചാടുന്നുണ്ട്. ഓവറോൾ സ്റ്റാൻഡിങ് വരുമ്പോൾ ആര് മുകളിൽ കയറും, ആര് താഴെ കിടക്കുമെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവിടെ വയനാട് ടീം താഴെ സൈഡ് സെറ്റ് ആകുമോ എന്നൊക്കെ ആദ്യമേ അവർ എത്തിയിട്ടുണ്ട്. തൊട്ട് പിറകിലായിട്ട് ടീം 14 വരുന്നുണ്ട്. 14 കാസർഗോഡ് ടീം വരുന്നുണ്ട്. അവിടെ ആൾറെഡി കാസർഗോഡ് ടീം നമ്മുടെ മെയിൻ ബിൽഡിംഗ്, എൻ്റെ അപ്പൊന്നോ മെയിൻ ബിൽഡിംഗ് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇനി ഡ്രോപ്പും ലൂട്ടും എല്ലാം സെറ്റാണ്. ഫുള്ള് ഷെയർ അടിക്കുക. അത്രേ ഉള്ളൂ. സ്ട്രീമിന് 18 പേരെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ട്രീമിന് ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ആൾക്കാരെ കൊണ്ടിലെത്തിക്കുക. അല്ല എന്ത് പറയാനാണ്. ഞാൻ ഇന്ന് പ്ലേലിസ്റ്റ് ഉണ്ടാക്കണം. എന്നാലും ഇന്ന് മൂന്ന് സ്ട്രീമായിട്ടാണ് ഇന്ന് ചെയ്തത്. ആദ്യത്തെ 2 മാച്ച് കട്ടായിപ്പോൾ ഇടയ്ക്ക് വെച്ച്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ടീം 5 ഇവിടെ നമ്മുടെ കോട്ടയം ടീമുണ്ട്. അവിടെ തന്നെ ടീം 12 ഇവിടെ വയനാട് ടീമുണ്ട്. ആൾറെഡി സെറ്റായിട്ട് നമ്മുടെ കാസർഗോഡ് ടീമുണ്ട്. കാസർഗോഡ് ടീം ആൾറെഡി സെറ്റായിട്ട് മെയിൻ ബിൽഡിങ്ങിലുണ്ട്. എൻ്റെ പൊന്ന് കമൻസ് ഒക്കെ ഒരേ പൊളി. മാക്സിമം ഷെയർ ആക്കി. കോട്ടയം കൊല്ലം എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ
അവിടെ തൃശ്ശൂരുണ്ട് പരിപാടി. തൃശ്ശൂർ എന്താടാ ഗഡിയെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ തൃശ്ശൂർക്കാർ അവിടെ പൂരം തുടങ്ങുന്നുണ്ട്. തൃശ്ശൂർ പൂരം ഇനി കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൃശ്ശൂരിൻ്റെ പ്ലേയേഴ്സിനെ അടിച്ചിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ പ്ലേയേഴ്സിനെ മെസ്സിനെ പിടിച്ചിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ ടെറർ. തൃശ്ശൂർ വേഴ്സസ് നമ്മുടെ പത്തനംതിട്ടയാണ് പറയുന്നത്. പത്തനംതിട്ടൻ്റെ 3 പ്ലേയേഴ്സ് അവിടെ മജിസ്റ്റി ഫിനിഷറുണ്ട്. തൃശ്ശൂരിൻ്റെ നമ്മുടെ ടെറർ നിൽക്കുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ ടെറർ അവിടെ നമ്മുടെ മോളൂസ് ഒരു നീഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നീഡ് കുക്ക് ചെയ്ത് നമുക്ക് ഇടാം. പത്തനംതിട്ട സ്മോക്കിൻ്റെ സൈഡിൽ നീഡ് വീഴുമ്പോൾ നോക്കാം. പൊട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. സ്മോക്കി സാറിന് നീടായിട്ടില്ല. അവിടെ കേളിനാണ് അബി അവിടെ സ്വന്തമായിട്ട് വെള്ളത്തിൽ വീണിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു പ്ലെയർ നഷ്ടമായിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ട്രിവാൻഡ്രം മെയിം 100 ലേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ 100 ലേക്സ് ഒക്കെ ആയിക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് എന്തുവാ സംഭവം, ഇന്നിപ്പോൾ മൂന്ന് മാച്ചായിട്ടാണ് ചെയ്തത്. ഇവിടെ നോക്കണേ തൃശ്ശൂരിൻ്റെ ടെറർ നിൽപ്പുണ്ട്. തൃശ്ശൂരിൻ്റെ ടെറർ ഇപ്പോൾ ഉണ്ട്. തൊട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ സൈക്കോ നിൽപ്പുണ്ട്. സൈക്കോ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് എവിടെ പത്തനംതിട്ട സൈക്കോ അല്ലേ? പത്തനംതിട്ട സൈക്കോനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ടെറർ ഇങ്ങനെ സെട്ടുണ്ട്. എൻ്റെ മോനെ കോട്ടയം കഴിഞ്ഞ ബാക്കി. ഓക്കെ, വയനാട്ടിൽ ആരൊക്കെ ഉണ്ട്? വയനാട്ടിൽ നിന്ന് 3 പ്ലേയേഴ്സ് ഉള്ളൂ ബ്രോ. വയനാട്ടിൽ നിന്ന് 3 പ്ലേയേഴ്സ് ഉള്ളൂ. വയനാട്ടിൽ നിന്നുള്ളത് നമ്മുടെ ഡിക്രൂസൻ, അച്ചാൻ, റോങ് ടേൺ ആണ് ബാക്കിയുള്ളത്. എൻ്റെ മോനെ വിഷയമായിട്ട് ട്രിവാൻഡ്രം ബാക്കിയുണ്ട്. സ്ട്രീമാണ് ലേക്ക് സബ് റോഡ് ടു 1400 എത്തിയത്. നമ്മൾ എവിടെ നിന്ന് നമ്മളിപ്പോഴും ശിശു അവിടെ ഇടുക്കി അവിടെ അടിക്കുന്നു. ഇടുക്കി വെച്ച് ട്രിവാൻഡ്രോടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തിൻ്റെ പ്ലേസ് അവിടെ ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം ഫ്രോസൺ അവിടെ നോക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ കോട്ടയം ദീപക്കോടെ വയനാട് അച്ഛൻ വയനാട് അവിടെ ഈ ട്രിവാൻഡ്രം ബാറ്ററി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തിന് സെൻസ്റ്റീൽ നോക്കുന്നത് നോക്ക് ഔട്ടാണ്. ഫ്രോസൺ അവിടെ 10 HP മാത്രം ബാക്കി. അവിടെ TVM പങ്ക് അവിടെ നോക്ക് ഔട്ടാണ്. അവിടെ ഫിനിഷ് ചെയ്തു. ട്രിവാൻഡ്രം ഫിനിഷ് ആയി. ഇടുക്കി അവിടെ ട്രിവാൻഡ്രത്തിനെ ഫിനിഷ് ചെയ്തു. ഇടുക്കി ഗോൾഡ്. എൻ്റെ മോനെ ഇടുക്കി ശരിക്കും സ്വർണം കൊണ്ട് തീർത്ത് തറവാടാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഏറ്റവും പുതിയ നാടകം നമ്മുടെ ട്രിവാൻഡ്രം ടീമിനെ ഫിനിഷ് ചെയ്തു. അവിടെ പത്തനംതിട്ട അവിടെ തൃശ്ശൂരിനെ അടിച്ചു തുടങ്ങുന്നുണ്ട്. പത്തനംതിട്ട അടുത്ത നോക്കിയിട്ടിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ഒരു പ്ലെയർ നോക്കുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ സ്മോളൂസ് ഇവിടെ നോക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ ഒരു പ്ലെയറിനെ. എൻ്റെ മോനെ വിഷയം ഇപ്പോൾ സ്ട്രീമിലേക്ക് സബ് ചെയ്യാവോ? എൻ്റെ മോനെ ചിരിപ്പിക്കാൻ നിർത്തുക. ശരിയെന്ന് അവിടെ തൃശ്ശൂരിൻ്റെ ടെറർ ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ മോനെ വിഷയം. ഇപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യുക, മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവിടെ PTA സൈക്കോ പത്തനംതിട്ട സൈക്കോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ പൊന്നോ, ഇവരൊന്നും ഫൈറ്റ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടുക്കി എന്ന് പറഞ്ഞാൽ സ്പെക്ക്, കോട്ടയത്തിൻ്റെ സ്പെക്കുള്ള സീനില്ല. അവിടെ ഇടുക്കി ടീം ഇങ്ങനെ സെറ്റ് ആയിട്ട് നമ്മുടെ കോട്ടയം ടീം ഇവിടെ നൈസ് ആയിട്ട് നമ്മുടെ മിലിറ്ററിയിൽ ഇപ്പോൾ കോട്ടയം ടീമും കാസർഗോഡ് ടീമും മാത്രമാണ് ബാക്കി. വയനാട് ടീം നൈസായിട്ട് എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. ഡോൺ സ്പാം ചെയ്യില്ലേ ലിങ്ക് ആര് സ്പാം ചെയ്യില്ലേ? റോഡ് 1.4K അതാണ്. റോഡ് 1.4K ആണ്. മാക്സിമം സബ് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. സബ് കയറുന്ന റോഡ് 1.4K. മോളൂസ് അടിച്ച് പൊളിക്കുന്നുണ്ട്. നല്ല പിന്നെ മോളൂസ് ഒന്ന് പൊളിക്കും. നമ്മുടെ മോളൂസ് ഇന്ന് തകർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോളൂസ് പൊളി കളിയാണ്. സീരിയസ് ആയിട്ട് കളിക്കാരി വേറെ ലെവലാണ്. അവിടെ പത്തനംതിട്ട തൃശ്ശൂർ അടിക്കുന്ന പത്തനംതിട്ട. അവിടെ തൃശ്ശൂർ ആനകളുടെ നാട്. അവിടെ തൃശ്ശൂരിനെ കയറി അടിക്കാനുള്ള സമുദ്രമാണ്. പൂരങ്ങളുടെ നാടിനെ ഇവിടെ അടിച്ചിടുമ്പോൾ അവിടെ പത്തനംതിട്ട നമുക്ക് നോക്കാം. എവിടെ അപ്പോൾ അവിടെ സൈക്കിൾ കൊടുക്കുന്നുണ്ട്. അവിടെ തൃശ്ശൂർ അവിടെ ഫിനിഷ് ചെയ്യും. എൻ്റെ മോനെ ആനയാണെങ്കിലും ആട്ടിൻകുട്ടിയാണെങ്കിലും ഇവിടെ പത്തനംതിട്ടക്കാർക്ക് ഒരേ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പത്തനംതിട്ട കയറി അടിച്ചു പൊളിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് പല ടീംസുണ്ട്. ബാക്കി പല പരിപാടി ടീംസ്. നെക്സ്റ്റ് മാച്ച് ഉണ്ടോ? എപ്പോഴാണ് അടുത്ത? ഇനി മാച്ചിൽ ഇന്ന് 4 മാച്ചേ ഉള്ളൂ ബ്രോ. 4 മാച്ചേ ഉള്ളൂ. 4 മാച്ചാണ് ഇന്നത്തെ. ഇത് ലാസ്റ്റ് മാച്ചാണ് ഇന്നത്തെ ലാസ്റ്റ് മാച്ച്. നാളെയും കൂടെ ഉണ്ട്. നാളെയാണ് ലാസ്റ്റ് ഡേ ഫൈനൽസ്. നമ്മുടെ നമുക്ക് നോക്കാം. ഇവിടെ ട്രിവാൻഡ്രം ടീം വിളിച്ച് തൃശ്ശൂർ ടീം വിളിച്ചിട്ടുണ്ട്. അവിടെ തകർക്കുകയാണ് പല ടീംസും. പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ സ്ട്രീമാണ് ലേക്ക് പത്തനംതിട്ട ഉയരെന്ന് പറഞ്ഞല്ല. പിന്നെ പത്തനംതിട്ടയ്ക്ക് ഫാൻ സപ്പോർട്ടേഴ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ വിഷയം വേറെ ലെവലിൽ ഫൈറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉയരെ എന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ട കിൽസ് വേറെ ലെവൽ എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ പത്തനംതിട്ട പൊളിച്ച്. പത്തനംതിട്ട വാവ സുരേഷ് മാത്രം 4 കില്ലാണ്. എൻ്റെ അപ്പം മനസ്സിലാവില്ല. നെക്സ്റ്റ് സീസൺ എപ്പോഴെന്ന് എനിക്കറിയത്തില്ല. അത് ഓറയുടെ ടീംസിനായിട്ട് ചോദിക്കണം. ഞാൻ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്താലേ എനിക്കറിയത്തുള്ളൂ. ഐ എം ജസ്റ്റ് സ്ട്രീമർ. ഓറയുടെ ഒരു സ്ട്രീമർ മാത്രമാണ് ഞാൻ.
എന്തായാലും അഡ്മിൻ പാനലിലൊന്നുമില്ല. അഡ്മിൻ പാനൽസിലുള്ള ചോദിച്ചാൽ അറിയാം അടുത്ത സ്ട്രീം എപ്പോഴാണെന്ന്. കോട്ടയം എന്ന് പറഞ്ഞാൽ എന്നെ പിന്നെ കോട്ടയം കാണിക്കാൻ പറയുന്നുണ്ട്. കോട്ടയം കാണിക്കുമല്ലോ, സീനില്ല. കോട്ടയം കാണിക്കുന്നുണ്ട്, ഒരു സീനില്ല. നമുക്ക് മാപ്പ് ഒന്ന് നോക്കാം. കോട്ടയത്തിനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് മാപ്പ് ഒന്ന് നോക്കിയിട്ട് മാപ്പിൽ ഇവിടെ സോണോളിൽ നിൽക്കുന്ന നമ്മുടെ എറണാകുളം ടീമുണ്ട്. എറണാകുളം ടീം നീന്തി സോണ പിടിക്കാനുള്ള യെസ് ദേ ആർ ടേക്കിംഗ് ദാറ്റ് സോൺ റൊട്ടേഷൻ. എൻ്റെ അപ്പൊന്നോ അവർ ആ സോൺ റൊട്ടേഷൻ എടുക്കുന്നുണ്ട്. എൻ്റെ ടർബോ ചേട്ടൻ വന്നോ 68-70 എൻ്റെ മോനെ പൊളി. അവർ ആ സോൺ റൊട്ടേഷൻ ശരിക്കും എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആ സോൺ റൊട്ടേഷൻ ബോട്ട് വെച്ചുള്ള സോൺ റൊട്ടേഷൻ ട്രെൻഡാക്കി നമ്മുടെ ബ്ലൈൻഡ് സൈക്കോയുടെ സോൺ റൊട്ടേഷൻ അവർ എറണാകുളം ടീം എടുക്കുന്നുണ്ട്. എറണാകുളം ടീം തകർക്കുന്നുണ്ട്, അവരെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അവർ ഏതുവരെ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് നോക്കാം അവർ ആ സോൺ റൊട്ടേഷൻ എടുക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സൈഡിലോട്ട് പിടിക്കാനായിരിക്കും ചാൻസ് കൂടുതലുണ്ട്. ഈ ഒരു എഡ്ജ് പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് 1 അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ ഒരു ബ്ലോക്ക് ഡിവിഷനിൽ അവർ ഇറങ്ങാൻ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ചാൻസ് ഉണ്ട്. ബ്ലൈൻഡ് ടാറ്റിക്സ് അല്ല. പിന്നെ സബ് എത്ര ചോദിക്കുന്നുണ്ട്? സബ് ഇപ്പോൾ 399 നമുക്ക് നോക്കാം. 399 തന്നെയാണ്. എൻ്റെ ടാറ്റിക്സ് അല്ല. പിന്നെ എൻ്റെ പൊന്നോ അവരെടുക്കുന്നുണ്ട്. ആ ടാറ്റിക്സ് അവരെടുക്കുന്നുണ്ട്. പക്ഷേ സൈഡിലായിട്ട് അവിടെ മലപ്പുറം vs കണ്ണൂർ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. മലപ്പുറം ടീമിനോട് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. മലപ്പുറം ടീമിൻ്റെ ഡീമൻ വണ്ടിയായിട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് നോക്കാം. മലപ്പുറം ടീം ഫുൾ ടീം വണ്ടിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാണ്. ഇവിടെ വണ്ടി കുത്തിക്കുമ്പോൾ നമുക്ക് അവിടെ ടീം നമ്പർ 13 ഇവിടെ കണ്ണൂർ ടീം നമ്പർ 13 നിൽപ്പുണ്ട്. ടീം നമ്പർ 13 കയറി ടീം 13 കണ്ണൂർ ഇവിടെ നിൽപ്പുണ്ട്. കണ്ണൂരിന് കയറി അടിക്കാൻ പറ്റുമോ? ബോട്ട് എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ ടാറ്റിക്സ് ബോട്ട് എന്നുള്ളതുണ്ട്. ശരിയെന്നാ അവിടെ മലപ്പുറം ടീമോടെ ഫൈറ്റ് എടുക്കുമ്പോൾ നോക്കുക. മലപ്പുറം ടീമിൻ്റെ ടീമിനോട് വണ്ടി നല്ല പോകുന്നുണ്ട്. മലപ്പുറം ടീമിനോട് കണ്ണൂർ ടീമിനോട് ഫൈറ്റ് എടുത്തേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ടീം അവിടെ എറണാകുളം ടീമോടെ ചെന്ന് കയറുന്ന കണ്ണൂർ ടീമിൻ്റെ അടുത്താണ്. എക്സ്ചേഞ്ചിലാണ് അവർ വണ്ടി കൊണ്ട് കുതിച്ചിരിക്കുന്നത്. അവർ വണ്ടി എടുത്ത് വെള്ളത്തിൽ കൂടെ നീന്തി വരണം. അവർ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലാണ് അവിടെ എറണാകുളം ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും ടാറ്റിക്സ് എടുത്ത് വന്നിട്ട് കയറി ചെന്ന് അവർ അടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് എറണാകുളം ടീം നൈസായിട്ട് പട്ടിയാവും എന്നുള്ള കേസ് വേറെ കേസാണ്. 1 more സബ് മാക്സിമം കമൗണ്ട്. അതാണ് നിങ്ങൾ സ്ട്രീമിലേക്ക് സബ് ചെയ്യുക. 70 ആയിട്ടുണ്ട്. അവിടെ കണ്ണൂർ ടീമോടെ ഉള്ള കേസ് അവർക്ക് അറിയാമോന്ന് അറിയത്തില്ല. അവിടെ കണ്ണൂർ ടീമോടെ നിൽപ്പുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ എറണാകുളം ടീം നിൽപ്പുണ്ട്. അവർ കയറി അടിക്കുമ്പോൾ നമുക്ക് നോക്കാം. എക്സ്ചേഞ്ചിൽ ഇവിടെ നിൽപ്പുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ കണ്ണൂർ ടീം നിൽപ്പുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ കണ്ണൂർ ടീം നിൽപ്പുണ്ട്. ഇവിടെ അവർ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇവരിവിടെ ഹോൾഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് 1 അഡ്വാൻറ്റേജ്. നമുക്ക് നോക്കാം അടുത്ത സോൺ വരുമ്പോൾ ഇവർ തെയ്യുമോ ഇല്ലയോ നമുക്ക് അറിയാം. അടുത്ത സോൺ എന്തെങ്കിലും 1 അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. അമൽ ചേട്ടൻ എൻ്റെ ടർബോ ചേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. കോഴിക്കോട് സ്പെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഴിക്കോട് സ്പെക്ക് ചെയ്യാനുള്ള സീനില്ല. കോഴിക്കോട് സ്പെക്ക് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് സീനില്ല. കോട്ടയം വരുന്നുണ്ട്. അല്ല പിന്നെ കോഴിക്കോട് ഫാൻസ് വരുന്നുണ്ട്. സ്ട്രീമിലേക്ക് സബ് ചെയ്യുക. ഇനി ഒരൊറ്റ സബും കൂടെ മതി. 1400 സബ് എത്തിക്കാൻ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 1400 സബ്ബാക്കാൻ ഇനി ഒരൊറ്റ സബും കൂടെ മതി. എൻ്റെ അപ്പോനെ വിഷ് ചെയ്യാൻ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത സോണ് നോക്കാം. സോണ് ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോണ് വരുമ്പോൾ നമുക്കറിയാം എന്തായാലും എറണാകുളം ടീം ഒരു നൈസ് മൂവ്മെൻ്റ് ആണ് അവർ കാണിച്ചത്. ഒരേ പൊളി. 12 സ്പെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം എത്തിയുന്ന 2 ടീംസ് ഇവിടെ രണ്ട് ടീംസാണ് ഇവിടെ ഒരു ഫിനിഷ് ആയിട്ടുള്ളത്. അത് നമ്മുടെ ട്രിവാൻഡ്രം ടീമും നമ്മുടെ തൃശ്ശൂർ ടീമാണ്. അവിടെ ഫിനിഷ് ചെയ്ത് 2 ടീംസാണ്. അപ്പോൾ സ്ട്രീമാണെന്നിലേക്ക് സബ് കോഴിക്കോട് വരുന്നുണ്ട്. അല്ല പിന്നെ കോഴിക്കോട് വൻ സപ്പോർട്ടേഴ്സാണ് വരുന്നത്. എൻ്റെ മോനെ വിഷയം കോഴിക്കോടിൻ്റെ സപ്പോർട്ടേഴ്സ് കൂടി വരികയാണ്. ഇവിടെ വേറെ ലെവൽ ഫൈറ്റ് ഇവിടെ കമാൻഡ്സിലെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഫൈറ്റ് നടക്കുന്നത്. അവിടെ വണ്ടി സ്പ്ലിറ്റ് ചെയ്ത് അവിടെ 2 ബൈക്കിലായിട്ട് അവർ പോവേണ്ട സോൺ പിടിക്കാനുള്ള സിറ്റുവേഷനാണ്. അവർ സോണിൽ കയറിയിട്ടുണ്ട്. നമുക്ക് സോണ് ക്ലോസ് ആകുമ്പോൾ അറിയാം നമ്മുടെ എറണാകുളം വേഴ്സസ് കണ്ണൂർ ഒരു ഫൈറ്റ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അവിടെ എറണാകുളത്തിൻ്റെ പ്ലേയേഴ്സ് അവിടെ നിൽപ്പുണ്ട്. അവിടെ നേട് പോയിട്ടുണ്ട്. കണ്ണൂരിൻ്റെ സേവിയറിൻ്റെ സൈഡിലൊരു നേട്. സാത്താൻ സേവിയർ അല്ല, നമ്മുടെ കണ്ണൂരിൻ്റെ സേവിയറാണ്. ഇവിടെ കിടപ്പുണ്ട്. ഒരു ഫസ്റ്റ് എടുക്കുന്നുണ്ട്. എറണാകുളത്ത് അവിടെ കണ്ണൂരിൻ്റെ സൈക്കിൾ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ എറണാകുളം പവർ കാട്ടുന്നുണ്ട്. സോൺ റൊട്ടേഷന് മാത്രമല്ല നമുക്ക് നോക്കിടാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എറണാകുളം ടീമോടെ പവർ കാണിക്കണം. അവിടെ കണ്ണൂരിൻ്റെ സൈക്കിൾ അവിടെ നല്ല ലോ ആണ്. അവിടെ എറണാകുളത്തിൻ്റെ സ്നൈപ്പർ ചാടുന്നുണ്ട്. അവിടെ സേവിയറിന് അടിക്കുന്ന സിറ്റുവേഷൻ. അവിടെ എറണാകുളത്തിൻ്റെ 007 വേണ്ടിയിട്ടുണ്ട്. അവിടെ ബാക്കുള്ളത് എറണാകുളം 007 വേണ്ടിയിട്ടുണ്ട്. ഹൾക്ക് അവിടെ മെഡിക്കേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൾക്ക് വേണ്ടിയിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ
എറണാകുളം 2 പ്ലേയേഴ്സാണ് നോക്കിയിട്ട് കണ്ണൂരിൻ്റെ സേവിയൻ സ്പോട്ടിന് കണ്ണൂർ സേവിയറിനെ അടിച്ചിട്ട് എൻ്റെ മോനെ 1-1 മൊമെൻറ്റ് എറണാകുളം ആൾക്കിൻ്റെ സൈഡിൽ 1-1 കിട്ടില്ല കിടക്കാച്ചി മൊമെൻറ്റ് പറയാൻ പറ്റും. എറണാകുളത്തിന് റോബിൻ്റെ കരുതുന്നു റോബിനോട് റൊട്ടേറ്റ് നമ്മുടെ കണ്ണൂരിൻ്റെ സൈക്കോ ആൻഡ് ബീസ്റ്റ് ബാക്ക് ഉണ്ട്. സേവിയർ വീണിട്ടുണ്ട്, MN വീണിട്ടുണ്ട്. അവിടെ റിവൈവ് ആക്കാനുള്ള സിറ്റുവേഷൻ നമ്മുടെ ബീച്ചിനെ റിവൈവ് ആക്കുന്നുണ്ട്. അവിടെ എറണാകുളം അവിടെ റിവൈവ് ആക്കുന്നുണ്ട്. 2 പ്ലേയേഴ്സ് റിവൈവ് ആക്കി കൊണ്ടിരിക്കണം. അവിടെ ഹൾക്ക് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കവർ എടുക്കാനുണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കയറി നമ്മുടെ എറണാകുളം ടീമിന് അടിക്കുമെന്ന് നോക്കാം. അവിടെ കയറി എറണാകുളം ടീം കണ്ണൂർ സൈക്കോട്ട് എറണാകുളത്തിന് സിറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തിനോട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തിന് സൈക്കോ അവിടെ ഒരു നേട് ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നിൽപ്പുണ്ട്. എല്ലാവരും കാണിക്കാൻ ബ്രോ സീനുന്നില്ല. നീട് കുക്കുന്നുണ്ട്, നീടിട്ട് എറണാകുളം റോബിനോടെ കണ്ണൂർ ബീസ്റ്റ് അടിച്ചിട്ടുണ്ട്. ബീസ്റ്റിൻ്റെ സൈഡിൽ നോക്കാക്കള അവിടെ എറണാകുളം റോബിനിട്ട് നീടിൽ അവിടെ കണ്ണൂരിന് MN വീണിട്ടുണ്ട്. കണ്ണൂരിന് ഇനി കണ്ണൂരിൻ്റെ ഒരൊറ്റ പ്ലെയർ സേവിയർ മാത്രമാണ് നമുക്ക് അല്ല സേവിയറും സൈക്കോം ബാക്കിയുണ്ട്. സേവിയർ അവിടെ കിടന്നടിക്കുന്നു, അവിടെ കിടന്നടിക്കുമ്പോൾ അവിടെ എറണാകുളത്തിൻ്റെ സൈക്കോ ബാക്കുണ്ട്. എറണാകുളത്തിന് റോബിൻ അടിക്കുമ്പോൾ എറണാകുളം അവിടെ ഫിനിഷ് ചെയ്തു. കണ്ണൂരിനെ ഫിനിഷ് ചെയ്തു. കണ്ണൂർ സ്റ്റഫ് വോളികൾ അവിടെ ഫിനിഷ് ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്ലെയർ നഷ്ടമായി. 2 പ്ലേയേഴ്സ് അവിടെ എറണാകുളത്തിൻ്റെ റോബിനോട് 4 കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് 2 പ്ലേയേഴ്സ് നഷ്ടമായിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം വേറെ ലെവലിൽ കളിച്ചിരുന്നു. 1 റൊട്ടേഷൻ എടുത്തെങ്കിലും അവർ ഈ ഒരു സൈഡിലോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു അഡ്വാൻറ്റേജ്. കാരണം അവർ ഇവിടെ ഇറങ്ങിയെങ്കിൽ ഒരു ഫൈറ്റ് അടിക്കാൻ വേണ്ടി വരില്ലെത്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ ഇറങ്ങിയിരുന്ന ഒരു ഫൈറ്റ് എടുക്കാൻ വരത്തില്ലായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, അവർ എക്സ്ചേഞ്ചിലോട്ട് പിടിച്ചു, അവർ തേഞ്ഞു, നൈസായിട്ട് തേഞ്ഞു. അതാണ് സത്യം. 2 പ്ലേയേഴ്സിന് അവർക്ക് നഷ്ടമായി. കോട്ടയം വീരെന്ന് പറയുന്നത് അല്ല. പിന്നെ ഇപ്പോൾ സ്ട്രീമാണ് ലേക്ക് സബ് റോഡ് ടു 1400 സബ്ബാണ്. അപ്പോൾ മാക്സിമം പൊളിച്ചെടുക്കുക. 1402 സബ്ബായിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം. നിങ്ങളുടെ ഓരോ സബിന് സപ്പോർട്ടിന് നന്ദിയുണ്ട്. 1402 സബ്ബായിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം. താങ്ക്സ് അലോട്ട് ഫ്രം മൈ സൈഡ്. എൻ്റെ മോനെ വിഷയം. അവിടെ എറണാകുളം സെറ്റായിട്ട് നിൽപ്പുണ്ട്. കോട്ടയം വയനാട് സ്പെക്കിയല്ലോ സീനില്ല. വയനാട് സ്പെക്ക് സീനില്ല. വയനാട് സ്പെക്ക് ചെയ്യുന്നുണ്ടല്ലോ. പത്തനംതിട്ട വരുന്നുണ്ട്. വയനാട് സ്പെക്ക് ചെയ്യുന്നുണ്ട്. വയനാട് ഇപ്പോൾ സ്പാം ചെയ്യല്ലേ ഫൈറ്റർ ആംസ് ഗെയിമിങ്. കോട്ടയം കാണിക്കാമല്ലോ. അവിടെ ഡിക്രൂസൻ വയനാടും റോങ് ടൺ വയനാട് ഇങ്ങനെ കിടക്കുകയാണ്. അവർ സെറ്റായിട്ട് കിടക്കുകയാണ്. താങ്ക്സ് ഫോർ സപ്പോർട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. 1.4K OP എന്നുണ്ട്. താങ്ക്സ് അലോട്ട് ബ്രോ. താങ്ക്സ് അലോട്ട്. നിങ്ങളുടെ സബിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കൊല്ലം സ്പെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കൊല്ലം സ്പെക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ ആരെ സ്പെക്ക് ചെയ്യും? കോട്ടയത്തിന് കാണിക്കാൻ പറയുന്നുണ്ട്. കൊല്ലത്തിന് മുമ്പേ ഒന്ന് കോട്ടയം ഒന്ന് നോക്കിയിട്ട് വരാം. കോട്ടയം ഇവിടെ സെറ്റ് ചെയ്ത് നമ്മുടെ അവർ ബൈക്കിലാണ് നിൽക്കുന്നത്. അവർ ബൈക്ക് എടുത്ത് കോട്ടയം ബൈക്കിൽ കയറി പോകാനുള്ള സിറ്റുവേഷനാണ്. കൊല്ലത്തിനെ കാണിക്കാം. കൊല്ലം അവർ സേഫാണ്. അവർ സോണിലുണ്ട്. ഓക്കെ, എറണാകുളം ടീമിന് 1 അഡ്വാൻറ്റേജ്. അവർ സോൺ ഇങ്ങനെ റൊട്ടേഷൻ എടുത്ത് വന്നവർക്ക് സോൺ കിട്ടിയിട്ടുണ്ട്. 1.4K അല്ല. പിന്നെ കൊല്ലം സേഫാണ് ബ്രോ. മലപ്പുറം കാണിക്കാൻ പറയുന്നുണ്ട്. മലപ്പുറം കാണിക്കാമല്ലോ. മലപ്പുറം അവർ സെറ്റാണ്. അവർ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പമ്പരങ്കാണ്. 2 വണ്ടിയായിട്ടാണ് അവർ ഇന്ന് 2 വെഹിക്കിൾ സ്ട്രാറ്റജി. 2 വണ്ടിയുണ്ട്. കാലിക്കട്ടെന്ന് പറയുന്നുണ്ട്. അതിൽ സ്ട്രീം ലൈക്ക് സബ് തരണമെങ്കിൽ സബ് ചെയ്യുക. എൻ്റെ മോനെ വിഷയം. ആഹാ, നിങ്ങൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് കളിക്കുകയാണ്. അവിടെ പാലക്കാട് ടീം ഇപ്പോഴും സൈലൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ സീനൊന്നുമില്ല. അവർ സൈലൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഇടിക്കുന്നുണ്ട്. ഇടുക്കി സ്പെക്ക് ചെയ്യല്ലോ ബ്രോ. ഇടുക്കി സ്പെക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ വിഷയം. സ്ട്രീമാണെന്ന് ലേക്ക് സബ് തരണമെങ്കിൽ സബ് ചെയ്യുക. എന്താണ് നിങ്ങൾ മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോനെ വിഷയം. പത്തനംതിട്ട ബ്രോ എവിടെ? ബ്രോ ഞാൻ ഇടുക്കി എവിടെയാണെന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി തണ്ട ഇവിടെ നിൽപ്പുണ്ട് ബ്രോ. ഇടുക്കി സേഫാണ്. അവിടെ പാലക്കാട് എവിടെ? പാലക്കാട് വെച്ച് പത്തനംതിട്ട ഫൈറ്റ് എടുക്കുന്നുണ്ട്. പാലക്കാട് വെച്ച് പത്തനംതിട്ട ടീം നമ്പർ 9 ടീം നമ്പർ KL0. പാലക്കാട് വെച്ച് പത്തനംതിട്ട നടക്കുന്നുണ്ട്. പത്തനംതിട്ടയ്ക്ക് ആരെടുക്കുന്നത്? പാലക്കാടിൻ്റെ 2 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കി.
ഗോസ്റ്റ് ബാക്കിയുണ്ട്, വിച്ചർ ബാക്കിയുണ്ട്. അവിടെ ഗോസ്റ്റ് ഇവിടെ കിടപ്പുണ്ട് സോണുകളിലാണ്. വിച്ചറിൻ്റെ കാര്യം വിച്ചറുടെ സോൺ വീണ്ടുണ്ട്. അതിന് ഒറ്റ പ്ലെയർ അവിടെ പത്തനംതിട്ട പണി കാണിച്ചിട്ടുണ്ട്. പത്തനംതിട്ടൻ്റെ സൈക്കോ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് തകർക്കുകയാണ്. ഒറ്റ ഒരാൾ പോരാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്കോയുടെ 3 കില്ല് എടുത്തിരിക്കുക. എൻ്റെ മുന്നേ വിഷയം 25 വാച്ചിങ് സ്ട്രീമാണ്. ലൈക്ക് സബ് 27 വാച്ച്. ആൽഫ സാർ വെൽക്കം സ്ട്രീം ബ്രോ. ആൽഫ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൽഫ സാർ പുതിയ ഡിവൈസ് എടുത്ത് 1+8 എടുത്തു. അതിൻ്റെ ചിലവ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആൽഫ സാർ ഉടനെ തന്നെ ഗീവ് അവേ ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആൽഫ സാർ തല്ലേ ആൽഫ സാറെ ഗീവ് അവേ പ്രോ പ്ലേസോടെ ഞാൻ ട്രിവാൻഡ്രോണ് പോകും. ആൽഫ സാർ പുതിയ ഐഫോൺ 1+8 എടുത്തിട്ടുണ്ട്. ഇന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട് 1+8 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവ് ആയിട്ട് നമ്മൾ ഗീവ് നടത്താമെന്ന് ആൽഫ സാർ നടത്തുന്ന കോട്ടയം മൊയിലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് ആൽഫ സാറിൻ്റെ നിങ്ങളെല്ലാവരും ആൽഫ സാറിന് ഗീവ് നടത്തണമെങ്കിൽ #ആൽഫൻ്റെ ചാറ്റ് കേസ് കോട്ടയം മൊയിലേ എന്ന് പറയുന്നുണ്ട്. സ്പാർട്ടൻ ക്യൂൻ വെൽക്കം ടു സ്ട്രീം ബ്രോ. അവിടെ തൊട്ടതായിട്ട് നമ്മുടെ ഇടുക്കിൻ്റെ പ്ലേസൊക്കെ നിൽപ്പുണ്ട്. ഇടുക്കിൻ്റെ ആൻസോപ്പി നിൽപ്പുണ്ട്. ഇടുക്കിൻ്റെ പ്ലേസൊക്കെ നിൽപ്പുണ്ട്. ഇടുക്കിൻ്റെ ആൻസോപ്പി ഇവിടെ താഴെ നിൽപ്പുണ്ട്. ഇടുക്കിൻ്റെ അടുത്തോട്ടാണ് ഇവിടെ 12 സൈക്കിൾ പോകുന്നത്. എൻ്റെ മോനെ വിഷയം അവിടെ താഴെയായിട്ട് നമ്മുടെ ഫ്യൂറി ടീം നിന്നുണ്ട്. ഫ്യൂറി ടീമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അപ്പോൾ ആർക്കും ആൽഫ സാറിൻ്റെ ഗീവ് വേണ്ട? ശരി എന്നാ അവിടെ കാസർഗോഡ് 12 സൈക്കിൾ ഉണ്ട്. അവരുടെ റൂപ്പൻ ഫ്യൂരി അവിടെ കയറി അടിച്ചിട്ടുണ്ട്. ആലപ്പുഴയുടെ വിസാണ് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കണം. കൊല്ലം ആൽഫ. എൻ്റെ മോനെ വിഷയം 3 ആൽഫ വന്നിട്ടുണ്ട്. ആൽഫ കയറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ ട്രൈഡർ സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആൽഫ ചെയ്യും. ആൽഫ ഒരു ഗീവ് റോയൽ പാസ് ഗീവ് വയ്ക്കുന്നതായിരിക്കും. ആരും പേടിക്കണ്ട. അവിടെ എക്സറോസ് കാലിക്കട്ട് അവിടെ തിക്കേറ്റം ദീപകണ്ട് കോട്ടയത്തിന് അവിടെ പണി കിട്ടുകയാണ്. കോട്ടയം അവിടെ കൊല്ലത്തിനോട് പണ്ട് കൊല്ലം വേഴ്സസ് ഫ്യൂറി അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കൊല്ലം വേഴ്സസ് ഫ്യൂറി അവിടെ ഇറങ്ങുന്നുണ്ട്. സോറി കൊല്ലം വേഴ്സസ് ഫ്യൂറി രണ്ടും ഒരു ടീമല്ലേ. കൊല്ലം വേഴ്സസ് നമ്മുടെ ഇടുക്കിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. കൊല്ലം വേഴ്സസ് ഇടുക്കി അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇടുക്കിൻ്റെ പിക്കാലിനും കയറി ഇവിടെ പാമ്പായിട്ട് ഇറങ്ങുന്നുണ്ട്. സ്മോമൻ ഫ്യൂറി അവിടെ വീണ്ടുണ്ട്. ഇടുക്കിൻ്റെ ഗോൾഡ് ഉണ്ട്. ഇടുക്കി ഗോൾഡ് അടിച്ചാൽ സോമൻ ഫ്യൂരി വേണ്ടിട്ടുണ്ട്. സോ ഇനി ആകെയുള്ള റൂബൻ ഫ്യൂരി മാത്രമാണ്. റൂബൻ ഫ്യൂരിക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? അവിടെ കോട്ടയം റാപ്പിഡോടെ കാലിക്കണ്ടിൻ്റെ എക്സ്റോസിന് അടിച്ചിട്ടുണ്ട്. അവിടെ സൈഡിലോട്ട് കാലിക്കണ്ടിന് കോട്ടയത്തിനുണ്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ വിഷയം സൈക്കോസ് എല്ലാം പോയിട്ടാണ്. അല്ല പിന്നെ അവിടെ കയറി എടുക്കുന്നുണ്ട്. അവിടെ ഒറ്റയാൾ പോരാട്ടം അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോട്ടയം ടീം അവിടെ ഫിനിഷ് ചെയ്തു. നമ്മുടെ കാലിക്കറ്റ് ടീമിനെ അവിടെ മൊത്തം 8 ടീം 23 പ്ലേയേഴ്സോട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് കൊല്ലം ടീം, ആലപ്പുഴ ടീം, കോട്ടയം ടീം, ഇടുക്കി ടീം, എറണാകുളം ടീം, വയനാട് ടീം, നമ്മുടെ മലപ്പുറം ടീമുണ്ട്, കാസർഗോഡ് ടീമാണ് ബാക്കിയുള്ളത്. ശരി എന്നാൽ ആൽഫ സാർ ഗീവേ നടത്തും. ഒരു ഗീവേ വയ്ക്കും. ഒരു റോയൽ പാസ് ഗീവേ നമ്മുടെ ആൽഫ സാർ ചെയ്യുന്നതായിരിക്കും. ആരും പേടിക്കണ്ട. ഉടനെ തന്നെ കാണും. 1.5K നമുക്ക് ആൽഫ സാറിനെ കൊണ്ട് ഗീവേ സെറ്റാക്കാം. സീനില്ല. ഫ്യൂറി സീറോ എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ എൻ്റെ മോനെ വിഷയം ബ്രോ GREYxNADE ആരാണെന്ന് പറയൂ. എൻ്റെ പേര് GREYxNADE എന്നാണ് ബ്രോ. ഞാൻ അങ്ങനെ കളിക്കാറില്ല. ഞാൻ ഗെയിം കളിച്ചിട്ട് കുറേ കളി. അവിടെ കോട്ടയം ടീമിന് ടാഗ് കിട്ടുന്നുണ്ട്. കോട്ടയം ടീമിന് നല്ല രീതിയിൽ ടാഗ് കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ വിഷയം അവിടെ കോട്ടയം ടീമിന് നല്ല രീതിയിൽ ടാഗ് കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ വിഷയം കോട്ടയം ടീമിൻ്റെ ആണ് ചെന്ന് കയറുന്നത് മിക്കവാറും വയനാട് ടീമിൻ്റെ അടുത്തോട്ടിരിക്കും. വയനാട് ടീം അവിടെ പാലത്തിൻ്റെ അടി കിടപ്പുണ്ട്. അവിടെ ആലപ്പുഴ വേഴ്സസ് മലപ്പുറം ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. മലപ്പുറം വേഴ്സസ് ആലപ്പുഴ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ടീം ഫൈറ്റ് എടുക്കുകയാണ്. ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ കാസർഗോഡ് ടീം അവിടെ കാസർഗോഡ് വേഴ്സസ് എറണാകുളം ഫൈറ്റ് എടുക്കുകയാണ്. ഇവിടെ ആലപ്പുഴൻ്റെ ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. ഫാൽക്കൺ വിളിച്ച് വിട്ട് ആലപ്പുഴൻ്റെ റിയാൽ ഇതിപ്പുണ്ട്. റൈവൽ ഇതിപ്പുണ്ട്. ആലപ്പുഴൻ്റെ റൈവലോട്ട് കയറുന്നുണ്ട്. മലപ്പുറത്തിന് 2 പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ കവർ എടുത്ത് നിൽക്കുകയാണ്. മലപ്പുറത്തിന് 3 പ്ലേയേഴ്സ് ഉണ്ട്. ഇനി ബാക്കിയുള്ളത് റൈവൽ മാത്രം. റൈവലോടെ ഒറ്റയ്ക്ക് ഒരു കല്ലിൻ്റെ ബാക്കിൽ കവർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. തൊട്ട് ബാക്ക് നമ്മുടെ ഈ മലപ്പുറത്തിൻ്റെ ഡീമൻ കയറി അടിക്കുമോ ഫിനിഷ് ആക്കുമോ നമുക്ക് നോക്കാം. മലപ്പുറത്തിൻ്റെ ഡീമൻ അവിടെ ഫിനിഷ് ചെയ്തു. ആലപ്പുഴ ഫിനിഷായി. എൻ്റെ മോനെ വിഷയം കൊല്ലം പൊളിക്കുന്നുണ്ട്. അല്ല പിന്നെ മൊത്തം ഇതിൽ പ്ലേ ചെയ്യുന്നത് ഇത് ഓറ കമ്മ്യൂണിറ്റി ബേസ്ഡ് റൂമാണ് ബ്രോ. സീസൺ 2 വരുമ്പം ഇതിൻ്റെ നോട്ടീസ് കാണും. നിങ്ങൾ ഓറ കമ്മ്യൂണിറ്റിയിലുള്ള ക്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ നോട്ടീസും എല്ലാം വന്ന് കാണും. കാസർഗോഡ് അവിടെ സോണിൽ വരുന്നുണ്ട്. സോണിൽ കയറിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു തരും. ഇവിടെ സോൺ നോക്കുകയാണെങ്കിൽ സോൺ ഇത്രയും ചെറുതായിട്ടുണ്ട്. മലപ്പുറത്തിനോട് ഫൈറ്റ് നടക്കുന്നുണ്ട്. മലപ്പുറം ഫൈറ്റ് മലപ്പുറം സോണിലോട്ട് കയറണം. മലപ്പുറത്തിൻ്റെ ഒരു പ്ലെയർ നോക്കിയിട്ടുണ്ട്. ഇവിടെ മലപ്പുറം ടീമുണ്ട്. അവിടെ KTM ചോക്കർ കാസർഗോഡ് നടക്കുകയാണ്. കോട്ടയം വേഴ്സസ് കാസർഗോഡ് നടക്കുകയാണ്. എൻ്റെ മുന്നേ വിഷയം അതാ ചോദിച്ചത്. നിങ്ങളുടെ ഓൾഡ് ഗ്യാങ് മെമ്പറാണല്ലേ? ഓക്കെ ബ്രോ. എൻ്റെ പഴയ പേര്
ഇതാണ് ബോസ് എന്നാണ്, ഗോഡ് ബോസ് എന്നായിരുന്നു പേര്. അവിടെ മലപ്പുറം ടീമിനോട് ചാടിച്ചിട്ടുണ്ട് മലപ്പുറം ടീമിനും. മലപ്പുറം അവിടെ വീണിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക. കൊല്ലം തീർന്നിട്ടില്ല. റൂബൻ ഫ്യൂറി മാത്രം ബാക്കിയുണ്ട്. റൂബൻ ഫ്യൂറിയുടെ ഒരു സ്മോക്ക് എടുത്തുണ്ട്. അവർക്ക് സോണിട്ട് കയറണം. ഇവിടെ കോട്ടയം ടീമിന് 1 അഡ്വാൻറ്റേജ് ആണ്. ഒരു ഫുൾ ടീം അവിടെ ബാക്കിയുണ്ട്. കോട്ടയം ടീമിനോട് കാസർഗോഡിൻ്റെ അടുത്ത് ടാഗ് കൊടുത്തുണ്ട്. കോട്ടയത്തിൻ്റെ ദീപക് അവിടെ ടാഗ് കൊടുത്തുണ്ട്. കോട്ടയത്തിൻ്റെ ദീപക് അവിടെയൊക്കെ കാസർഗോഡിൻ്റെ ക്രോണസ് വീണ്ടുണ്ട്. അവിടെ റൂബൻ ഫ്യൂറി കാസർഗോഡിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാസർഗോഡിൻ്റെ ക്രോണസ് മാത്രം ബാക്കി. ക്രോണസ് കൊണ്ട് പാമ്പായിട്ട് ഉറപ്പുണ്ട്. അവിടെ സ്പോട്ട് ചെയ്ത് കയറി ടീമോടെ 1 അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പല ടീംസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ പാലത്തിന് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വയനാട് ടീം. വയനാട് റോങ് ടേൺ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഇവിടെ നമ്മുടെ കോട്ടയം ടീം ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. കാസർഗോഡ് ഇവിടെ വയനാട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാസർഗോഡിൻ്റെ ക്രോണസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. റൂബൻ ഫ്യൂറിനെ ഫിനിഷ് ചെയ്യണം. റൂബൻ ഫ്യൂറിയുടെ കവർ എടുത്ത് നിൽക്കണം. റൂബൻ ഫ്യൂറി നല്ല ലോ ആണ്. പുള്ളിക്കാരൻ്റെ ഇലാക്കാൻ 5 ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. 5 ഫസ്റ്റ് എയ്ഡ് വെച്ച് എല്ലാം ചെയ്യുമ്പോൾ 5 ഫസ്റ്റ് എയ്ഡ് ഹീൽ ബാറ്റിൽ ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. റൂബൻ ഫ്യൂറി ഇപ്പോഴും നല്ല സെറ്റായിട്ട് നിൽക്കണം. റൂബൻ ഫ്യൂറി ഹീലപ്പ് ആവുക. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടും. ബോസ് ആണ്. ഓക്കെ ബ്രോൻ്റെ പേരെന്താ ബ്രോ? ആൻസർ ഗെയിമിംഗ്. എന്താണ് ബ്രോൻ്റെ ഇൻ ഗെയിമിന് പഴയ ഗെയിം എന്ന് പറയാം. റെസ്പെക്റ്റോ ഞാനാണ് കോട്ടായിരുന്നു. മനസ്സിലായി ബ്രോ, മനസ്സിലായി. അവിടെ സ്പോട്ടിന് അടിച്ചിട്ടുണ്ട്. റൂബൻ ഫ്യൂറിയുടെ KTM, റൂബൻ ഫ്യൂറിയുടെ ക്രോണസ് കാസർഗോഡ് അടിച്ചിട്ടുണ്ട്. കോട്ടയം അവിടെ തകർക്കാണ്. കോട്ടയം വെച്ച് കാസർഗോഡ് നടക്കണം. വയനാട് കോട്ടയം വെച്ച് കാസർഗോഡ് നമ്മുടെ വയനാട് നടക്കണം. വയനാട് മാത്രമേ നോക്കുള്ളൂ. റൂബൻ ഫ്യൂറിയുടെ കോട്ടയം റാപ്റ്റർ അടിച്ചിട്ടുണ്ട്. റൂബൻ ഫ്യൂറി അടുത്ത് നോക്കുന്നുണ്ട്. തൊട്ടിതായിട്ട് റോങ് ടൺ വയനാട് ഫിനിഷ് ചെയ്തു. അവിടെ നമ്മുടെ കോട്ടയം ചോക്കർ റൂബൻ ഫ്യൂറി മാത്രം നമ്പർ 2 റൂബൻ ഫ്യൂറി സോണ ഒട്ടി വീണു. എൻ്റെ മോനെ ചിക്കൻ കൊണ്ടിരിക്കണം. നമ്മുടെ മറ്റാരുമല്ല, നമ്മുടെ കോട്ടയം ടീമാണ്. കോട്ടയം ടീം മൊത്തം 10 കില്ല് ചിക്കൻ കൊണ്ടിരിക്കണം. എൻ്റെ മോനെ വിഷയം 10 കില്ല്, 1 2 10 കില്ല് ചിക്കൻ കൊണ്ടിരിക്കണേ. രണ്ടാമത്തെ പക്ഷേ നമ്മുടെ കൊല്ലം ടീമാണ്. കൊല്ലം ടീമിന് മൊത്തം 4 കിലുണ്ട്. മൂന്നാമത്തെ പക്ഷേ നമ്മുടെ വയനാട് ടീമിന് കിൽസൊന്നുമില്ല. നാലാമത്തെ പക്ഷേ നമ്മുടെ സുൽത്താൻ കാസർഗോഡാണ്. കാസർഗോഡിന് 3 കിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ പക്ഷേ നമ്മുടെ ഇടുക്കി ടീമാണ്. ഇടുക്കി ടീമിന് 3 കിലുണ്ട്. ഇടുക്കി ടീമിന് എത്ര കിലുണ്ട്? ഇടുക്കി ടീമിന് 7 കിലുണ്ട്. 6ാമത്തെ പക്ഷേ നമ്മുടെ മലപ്പുറം ടീമാണ്. മലപ്പുറം ടീമിന് 4 കിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ടീമിന് 2 കിലുണ്ട്. എറണാകുളം ടീമിന് 4 കിലുണ്ട്. നമ്മുടെ കാലിക്കറ്റ് ടീമിന് കിൽസൊന്നുമില്ല. പാലക്കാട് ടീമിന് 7 കിലുണ്ട്. പാലക്കാടിൻ്റെ വാവാ സുരേഷിന് 4 കിലുണ്ടല്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ പാലക്കാടല്ല പത്തനംതിട്ട എനിക്കാണ് 7 കില്ല്. പാലക്കാടിന് 2 കില്ലാണ്. കണ്ണൂരിന് 2 കിലുണ്ട്. നമ്മുടെ തൃശ്ശൂരിന് 1 കിലുണ്ട്. ട്രിവാൻഡ്രത്തിന് കിൽസല്ല. അപ്പോൾ ഇന്നത്തെ MVP ഇന്ന് ഈ മാച്ചിലെ MVP എന്ന് പറയുന്നത് നമ്മുടെ മറ്റാരുമല്ല, പത്തനംതിട്ടയുടെ വാവാ സുരേഷാണ്. 4 കില്ല് എടുത്തിട്ടുണ്ട്. നമ്മുടെ മോസ്റ്റ് ഫ്രൈങ് ടീം എന്ന് പറഞ്ഞാൽ മറ്റാരല്ല, നമ്മുടെ കോട്ടയം ടീമാണ്. ചിക്കൻസ് ടീം അവരാണ്. അപ്പോൾ കോട്ടയം ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ ഇന്നത്തെ ഇല്ല സബ് ചെയ്തിട്ട് പോവാം. മാക്സിമം സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാച്ച് എപ്പോഴും മാച്ച് കഴിഞ്ഞ് ബ്രോ. ഇന്നത്തെ മാച്ചസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓറയുടെ ഡിസ്ട്രിക്ട് ഓറ മാച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഡിസ്ട്രിക്ട് ഓറിൽ കാണുന്നതായിരിക്കും. കേരള ഗെയിം